السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة، وخلق منها زوجها، وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. قال اهبطا منها جميعا بعضكم لبعض عدو، فإما يأتينكم مني هدى فمن اتبع هداي فلا يضل ولا يشقى. ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ അത്യപാരമായ അനുഗ്രഹത്താൽ ഈ ഒരു സായാഹ്നത്തിൽ റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അവന്റെ ദീനിനെ കുറിച്ച് സംസാരിക്കാനുള്ള തൗഫീഖ് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു നമ്മിൽ എല്ലാവരിൽ ഇതൊരു സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, ജീവിതത്തിൽ നമ്മൾ ഒരുപാട് സമയം, ഒരുപാട് സമ്പത്ത്, നമ്മുടെ ബുദ്ധിപരമായ, ചിന്താപരമായ തലങ്ങൾ, ഇതെല്ലാം ഏറ്റവും അധികം ഇൻവെസ്റ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ കുടുംബത്തിലാണ്. ഇത്രയധികം സമ്പത്ത് നാം ഒരു ബിസിനസ്സിൽ ചെലവഴിച്ചിരുന്നെങ്കിൽ, മറ്റു വേറെ വല്ല കാര്യത്തിലും വിനിയോഗിച്ചിരുന്നെങ്കിൽ, ഇത്രയധികം നാം മറ്റൊരു വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നെങ്കിൽ, ഇത്രയധികം നമ്മുടെ സമയം മറ്റേതെങ്കിലും കാര്യത്തിൽ നാം വിനിയോഗിച്ചിരുന്നെങ്കിൽ, ഭൗതികപരമായി എത്ര ലാഭം കൊയ്യാൻ നമുക്ക് സാധിക്കുമായിരുന്നു. അത്രയധികമാണ് നമ്മുടെ കുടുംബം എന്ന ഒരു ഏരിയയിൽ നമ്മൾ എല്ലാം വിനിയോഗിക്കുന്നത്. ഒരു വേള നമ്മുടെ സ്വന്തത്തെ മറന്നുകൊണ്ടാണ് നമ്മുടെ കുടുംബത്തെ നാം പരിഗണിക്കുന്നതും പരിചരിക്കുന്നതും. ഒരു ഉപ്പയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഏറ്റവും അധികം ടെൻഷൻ അടിക്കുന്നത് അയാളുടെ കുടുംബവും കുടുംബത്തിന്റെ മുന്നോട്ടുള്ള യാത്രയെ കുറിച്ച് ഓർത്തുള്ള സാമ്പത്തിക മേഖലകൾ, മക്കളുടെ വിദ്യാഭ്യാസം, മറ്റ് നിരവധി ഏരിയകളെ കുറിച്ച് ഓർത്തുകൊണ്ടാണ്.
വീട്ടിൽ ഏറ്റവും ആദ്യം ഉണരുന്നത് ഉമ്മയാണ്, ഏറ്റവും വൈകി ഉറങ്ങുന്നത് ഉമ്മയാണ്. ഇത്രയും നീണ്ട മണിക്കൂറുകൾ എന്തെടുക്കുന്നു എന്ന് ചോദിച്ചാൽ അതും കുടുംബത്തിന് വേണ്ടി എന്നാണ് മറുപടി പറയാൻ. ഇത്രയധികം നാം ഈ വിഭവങ്ങളെല്ലാം ഈ മാർഗത്തിൽ ചെലവഴിച്ചിട്ട് നമുക്ക് എന്ത് ലഭിക്കും? ആ ചോദ്യം ഏറെ പ്രസക്തമാണ്. കുടുംബമുണ്ടായിട്ടും അസ്വസ്ഥതകൾ പേറുന്നവരാണ് ഇന്ന് ഭൂരിഭാഗം ആളുകൾ. ഇണകളുണ്ടായിട്ടും തന്റെ വികാരങ്ങൾ പങ്കുവെക്കാൻ മറ്റൊരാളെ തേടുകയാണ് ഭൂരിഭാഗം ആളുകൾ. വീട്ടിലെത്തിയാൽ സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, സ്വസ്ഥത ലഭിക്കുന്നുണ്ട് എന്ന് പറയുന്നവരുടെ എണ്ണം ഇന്ന് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല, കുടുംബം എന്ന സങ്കല്പത്തെ വളരെ മോശമായി ചിത്രീകരിക്കാൻ ഇവിടെ ബോധപൂർവമായ ശ്രമം കൂടെ അതിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ അനിസ്ലാമികമായ പലവിധ കാര്യങ്ങൾ ആസ്വാദനത്തിന്റെ പുതിയ വഴികളായിട്ട് ചിത്രീകരിക്കപ്പെടുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ കുടുസമായിട്ടാണ് ഇന്ന് അനുഭവപ്പെടുന്നത്. എങ്ങനെ ഒരു സമാധാനപരമായ സന്തോഷകരമായ കൺകുളിർമയുള്ള ജീവിതം സാധ്യമാകും എന്നത് ആവർത്തിച്ച് എത്ര സമയം കേൾക്കാനും ആളുകൾ തയ്യാറാണ്. കാരണം അത്രയധികം ആഗ്രഹിച്ചു പോകുന്നുണ്ട് കുടുംബമായി ജീവിക്കുന്ന ആളുകൾ അതിന്റെ സ്വസ്ഥതയും സന്തോഷവും സമാധാനവും ഒക്കെ. ഇല്ലാത്ത പണമുണ്ടാക്കി വീടുണ്ടാക്കിയത് ഇതിനായിരുന്നോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പട്ടിണി കിടന്ന് മക്കളെ പോറ്റിയിട്ട് ഏറ്റവും നല്ല സമാധാനത്തോടെ അവരെ കുറിച്ച് ഓർത്ത് സന്തോഷത്തോടെ ജീവിക്കാമെന്ന് വിചാരിച്ച് കാത്തിരിക്കുന്നിടത്ത് നിന്ന് ഒരു പോള പോലും കണ്ണടക്കാൻ സമ്മതിക്കാത്ത വിധം ദുരന്തങ്ങൾ സമ്മാനിക്കുന്ന പുതുതലമുറയുടെ മക്കളെ നോക്കിയിട്ട് ആളുകൾ പരിതപിക്കുകയാണ്. ഇതിനു വേണ്ടിയാണോ ഇല്ലാത്ത പണമുണ്ടാക്കി അവിടെയും ഇവിടെയും കൈനീട്ടി കഠിനാധ്വാനം ചെയ്ത് ഇവരെ പോറ്റി വളർത്തിയത് എന്ന് ചോദിക്കുമ്പോൾ ആളുകളുടെ നെരിപ്പോടായി വിഷമങ്ങളുടെ കേന്ദ്രമായി വീടുകൾ മാറുമ്പോൾ ഇസ്ലാമികമായ മുഅ്മിനീങ്ങളുടെ കുടുംബം ഒരിക്കലും ഇത്തരത്തിലാകാൻ പാടില്ലാത്തതാണ്. എവിടെയൊക്കെയോ സംഭവിച്ചു പോയ അബദ്ധങ്ങളുടെ ദുരന്തങ്ങളായിരിക്കണം നാം അനുഭവിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുമല്ലെങ്കിൽ എവിടെയൊക്കെയോ സംഭവിച്ച ശ്രദ്ധക്കുറവിന്റെ ഒരു ഫലമായിരിക്കണം നമ്മുടെ കുടുംബത്തിലും നാം അനുഭവിക്കുന്നത് എന്നത് നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ജീവിതത്തിലെ കുടുംബം മാത്രമല്ല, നാം ഇടപെടുന്ന ഏതൊരു മേഖലയിലും പടച്ചറബ് നമുക്ക് നൽകിയ ഏതൊരു കാര്യത്തിലും, അതായത് ഈമാൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ നിഅമത്ത് അത് പടച്ചറബ് നൽകിയ ആഫിയത്താണ്. നമ്മുടെ ശരീരമാകട്ടെ, നമ്മുടെ സമ്പത്താകട്ടെ, നമ്മുടെ സമയമാകട്ടെ, നമ്മുടെ ദീനാകട്ടെ, നമ്മുടെ ദുനിയാവാകട്ടെ, ഇതിൽ അഭിവൃദ്ധിയും സന്തോഷവും സമാധാനവും ഏകാഗ്രതയും ശാന്തതയും സ്വസ്ഥതയും കൺകുളിർമയും ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള ഏറ്റവും ഒന്നാമത്തെ പരിഹാരം എന്ന് പറയുന്നത് ദീൻ ജീവിതത്തിന്റെ ഭാഗമാക്കുക എന്നുള്ളതാണ്. ദീനിന് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്ത് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ആളുകൾക്ക് യാതൊരുവിധ പ്രയാസവും ഉണ്ടാവുകയില്ലെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓഫർ നൽകിയിട്ടുണ്ട്. കമ്പനിയുടെ ഓഫറിൽ നിന്ന് അവർ പിന്നോട്ട് വാങ്ങാം. ഒരുപക്ഷെ ഓഫറുകൾ എല്ലാവർക്കും ലഭിച്ചുകൊള്ളണമെന്നില്ല. പക്ഷേ ഇത് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഓഫറാണ്. അല്ലാഹുവിന്റെ ഓഫർ അവൻ നടപ്പിലാക്കുമെന്നാണ്. വല്ലാഹു ലാ യുഖ്ലിഫുൽ മിആദ്, അല്ലാഹു കരാറുകൾ ലംഘിക്കാത്തവനാണ് എന്ന് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ എവിടെയാണ് സ്വസ്ഥത ഇരിക്കുന്നത്, എവിടെയാണ് സമാധാനവും സന്തോഷവും ഇരിക്കുന്നത് എന്ന ചോദ്യത്തിനുള്ള മറുപടി വിശുദ്ധ ഖുർആനിലും അതിന്റെ വ്യാഖ്യാനമായ പ്രവാചകന്റെ ചര്യയിലുമാണ് എന്നതാണ് ഖുർആൻ നമുക്ക് നൽകുന്നത്. ഒന്നും ഓർത്ത് വിഷമിക്കേണ്ടതില്ലാത്ത സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ നീ അവിടെ നിനക്കൊരിക്കലും അവിടെ ദാഹിക്കേണ്ടി വരികയില്ല, നിനക്കൊരിക്കലും അവിടെ പിന്നെ നഗ്നതയുണ്ടാവുകയില്ല, നിനക്ക് വിശപ്പുണ്ടാവുകയില്ല, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞ ഇടമാണ് സ്വർഗം എന്ന് പറയുന്നത്. ആ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട ആദമും ഹവ്വയും ഭൂമിയിലേക്ക് മാറ്റി താമസിപ്പിക്കപ്പെട്ട ആ ഘട്ടത്തെക്കുറിച്ച് അല്ലാഹു ഖുർആനിൽ വിവിധങ്ങളായ ഇടങ്ങളിൽ പറയുന്നുണ്ട്. സൂറത്ത് ത്വാഹയുടെ 123-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഖാല ഹബിതാ മിൻഹാ ജമീഅ ബഅദുകും ലിബഅദിൻ അദുവ ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദാ ഫമനിത്തബഅ ഹുദായ ഫലാ യദില്ലു വലാ യശ്ഖാ. നിങ്ങൾ എല്ലാവരും ഈ സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പോകണം. നിങ്ങൾക്കുള്ള വാസസ്ഥലം ഭൂമിയാണ്. അത് പടച്ച റബ്ബിന്റെ തീരുമാനമാണ്. വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലു ഫിൽ അർദി ഖലീഫ.
മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് തന്നെ അള്ളാഹു മലക്കുകളെ വിളിച്ചിട്ട് ഞാൻ മനുഷ്യരെ സൃഷ്ടിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ സ്വർഗത്തിലെന്നല്ല പറഞ്ഞത്, ഭൂമിയിൽ ഞാൻ മനുഷ്യരെ സൃഷ്ടിക്കാൻ പോകുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ സൃഷ്ടിപ്പുണ്ടായത് സ്വർഗത്തിലാണ്. താമസം അള്ളാഹു നേരത്തെ തീരുമാനിച്ചത് ഈ ഭൂമിയിലാണ്. ഈ ഭൂമിയിലേക്ക് അള്ളാഹു ആദമിനെയും ഹവ്വയെയും പറഞ്ഞയക്കുമ്പോൾ അള്ളാഹു പറഞ്ഞ കാര്യം എന്താണ്? നിങ്ങളുടെ മക്കൾക്കും നിങ്ങൾക്കും പരമശത്രുവാണ് പിശാചും അവന്റെ സന്തതികളും അവന്റെ സൈന്യവും. അതുകൊണ്ട് നിങ്ങൾ അവന്റെ ശത്രുതയിൽ പെട്ടുപോകരുത്, അവന്റെ ചതിയിൽ നിങ്ങൾ വീണു പോകരുത്. അവൻ നിങ്ങൾ വഞ്ചിച്ചു കളയും. വലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. രണ്ട് കാര്യങ്ങൾ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഒന്ന് ദുനിയാവാണ്, മറ്റൊന്ന് പരമവഞ്ചകനായ പിശാചാണ്. ഇത് രണ്ടും നിങ്ങൾ വഞ്ചിക്കാതിരിക്കട്ടെ. ശൈത്താൻ അവന്റെ സന്തതികളും ആദമിനും അവന്റെ സന്തതികൾക്കും ശത്രുവാണ് എന്ന് ഖുർആൻ പറഞ്ഞതിന് ശേഷം അള്ളാഹു സമാധാനത്തിന്റെ, വിജയത്തിന്റെ, സ്വസ്ഥതയുടെ, ഏറ്റവും നല്ല ബറക്കത്തിന്റെ കേന്ദ്രം അത് അള്ളാഹു എന്താണെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതെന്താണ്? ഫഇമ്മായഅതിയന്നകും മിന്നീ ഹുദാ, എന്റെ പക്കൽ നിന്നുള്ള ഹുദ, ഗൈഡൻസ്, മാർഗദർശനം നിങ്ങൾക്ക് വന്നെത്തും. ഫമനിത്തബഅ ഹുദായ, എന്റെ ഗൈഡൻസിനെ ആരെങ്കിലും പിൻപറ്റിയാൽ ഫലാ യദില്ലു വലാ യശ്ഖാ, അവൻ ഒരിക്കലും പിഴച്ചു പോവുകയില്ല, അവൻ ഒരിക്കലും ദൗർഭാഗ്യം ബാധിക്കുകയില്ല. ഫലാ യദില്ലു എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ അവൻ ഒരിക്കലും തെറ്റിപ്പോവില്ല, പരലോകത്ത് അവൻ തെറ്റിപ്പോവില്ല. വല യശ്ഖാ എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ അവന് യാതൊരു തരത്തിലുള്ള ശഖാവത്ത്, ദൗർഭാഗ്യം ബാധിക്കൂല. അവന്റെ വ്യക്തിപരമായ വിഷയമാകട്ടെ, കുടുംബപരമായ വിഷയമാകട്ടെ, സാമ്പത്തികമായ വിഷയമാകട്ടെ, മറ്റേത് രംഗമാകട്ടെ, അവന് ശഖാവത്ത് ബാധിക്കുകയില്ല. എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള ഗൈഡൻസിനെ പിൻപറ്റണം. മനുഷ്യന്മാരുടെ ചിന്തയെയല്ല, ഇവിടെ അടിച്ചിറക്കിക്കൊണ്ടിരിക്കുന്ന ചിത്രീകരണങ്ങളെയല്ല, നമ്മുടെ ചെറിയ സെൽഫോണിൽ നമുക്ക് ലഭ്യമാകുന്ന ഷോർട്സിനെയും റീൽസിനെയും അല്ല നമ്മൾ പിൻപറ്റേണ്ടത്. മറിച്ച് അള്ളാഹുവിന്റെ ഗൈഡൻസിനെ നമ്മൾ പിൻപറ്റിയാൽ ഒരിക്കലും പിഴച്ചു പോവുകയില്ല, ദൗർഭാഗ്യം ബാധിക്കുകയില്ല. സൂറത്ത് അൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താ? ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅ, നിങ്ങൾ എല്ലാവരും ഈ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്തു പോകണം. എന്റെ പക്കൽ നിന്നുള്ള ഹുദ നിങ്ങൾക്ക് വന്നെത്തുമ്പോ എന്റെ ഹുദ നിങ്ങൾക്ക് വന്നെത്തും. ആ ഹുദയെ നിങ്ങൾ പിൻപറ്റിയാൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരില്ല, നിങ്ങൾക്ക് ഭയപ്പെടേണ്ടി വരില്ല. ഇമാം നാസിർ സഅദി ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നത്, ഒരു മനുഷ്യന്റെ സമാധാന, സ്വസ്ഥത, ഒരാൾ പൂർണ്ണമായിട്ട് ഹാപ്പി ആയിരിക്കും എപ്പോ കഴിഞ്ഞു പോയതിനെ കുറിച്ച് ഓർത്തുള്ള ദുഃഖമില്ലെങ്കിൽ, വരാനിരിക്കുന്നതിനെ കുറിച്ച് ഓർത്ത് പേടിയില്ലെങ്കിൽ. അള്ളാഹു ഈ രണ്ട് കാര്യം ഓഫർ നൽകുകയാണ്. കഴിഞ്ഞു പോയതിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ദുഃഖിക്കേണ്ട, വരുന്നതിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾക്ക് പേടിയുമില്ല. ആള് സേഫായില്ലേ? കഴിഞ്ഞു പോയത് ഓർത്തൊന്നും ഒരു ടെൻഷനുമില്ല, വരാനിരിക്കുന്നതിനെ കുറിച്ച് ഓർത്തൊരു ആധിയുമില്ല. അതുണ്ടാകാൻ എന്താ മാർഗം? ഫമൻ തബിഅ ഹുദായ, എന്റെ ഗൈഡൻസിനെ ആരെങ്കിലും പിൻപറ്റിയാൽ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഖുർആനിനെ മുറുകെ പിടിക്കാൻ, ദീനിനെ മുറുകെ പിടിക്കാൻ, അതിന്റെ ഗുണഫലങ്ങളെ കുറിച്ച് ധാരാളം വിവരിക്കുന്നുണ്ട്. വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖൂ, നിങ്ങൾ എല്ലാവരും അല്ലാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കണം. ഈ ലോകത്തോട് വിട പറയുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കാര്യം വിട്ടേച്ചിരിക്കുകയാണ്. ഒന്ന് ഖുർആനാണ്, മറ്റൊന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണ്. തറക്തു ഫീകും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹ് വസുന്നത നബിയിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഖുർആനിനെയും പ്രവാചകന്റെ സുന്നത്തിനെയും നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ തെറ്റിപ്പോവുകയില്ല. കാരണം തർഫുഹു ബിയദില്ലാ, അതിന്റെ ഒരു അറ്റം അല്ലാഹുവിന്റെ അടുത്താണ്, അതിന്റെ മറ്റേ അറ്റം നിങ്ങളുടെ കയ്യിലാണ്. അതിനെ മുറുകെ പിടിച്ച ആളുകൾക്ക് വിജയവും ബർക്കത്തും സന്തോഷവും സമാധാനവും അല്ലാഹു ഓഫർ നൽകുകയാണ്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, മൻ അമില സാലിഹൻ മിൻ ദകരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹ്യിയന്നഹു ഹയാതൻ طيبة ولنجزينهم أجرهم بأحسن ما كانوا يعملون. من عمل صالحا من ذكر أو أنثى, ആണാകട്ടെ പെണ്ണാകട്ടെ, സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുന്ന മുഅ്മിനീങ്ങളായ ആൾക്കാർ,
അതത് ശരിയായിട്ട് പടച്ചറബിലുള്ള വിശ്വാസം ഉറപ്പിച്ച് യാതൊരു ശിർക്കും കലരാതെ അള്ളാഹു മാത്രം മതി എനിക്കെന്ന് തീരുമാനിച്ച് അള്ളാഹനെ മാത്രം ആരാധിച്ച് അവനിൽ മാത്രം തവക്കുലാക്കി അവനിൽ മാത്രം പ്രതീക്ഷ വെച്ച് മുന്നോട്ട് പോകുന്ന ഒരു മുഅ്മിൻ അഅ്മാലു സ്വാലിഹാത്തുകൾ ചെയ്ത് ജീവിച്ചാൽ അള്ളാഹന്റെ ഓഫർ ഫലനുഹയ്യന്നഹു ഹയാതൻ തയ്യിബ, നല്ല ഒരു ജീവിതം തരാമെന്ന് പടച്ചോന്റെ ഓഫറാണ്. പടച്ചോന്റെ ഓഫറാണ്. അള്ളാന്റെ ശിക്ഷ ഒരു ജനതയുടെ മേൽ ഇറങ്ങി. അവരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്. ആ ഗ്രാമവാസികൾ, ഒരു ഗ്രാമവാസികൾ അവർ അല്ലാഹുവിൽ കുഫ്ർ വെച്ചു, അല്ലാഹുവിനെ നിഷേധിച്ചു, ഈമാൻ കാര്യത്തെ അവർ കളവാക്കി, അവർ ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കി, പടച്ചറബിനെ സൂക്ഷിക്കാതെ ജീവിച്ചു. അവരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്. ആ ഗ്രാമവാസികൾ എന്നിൽ വിശ്വസിക്കുകയും എന്നെ സൂക്ഷിക്കുകയും ചെയ്തിരുന്നെങ്കിൽ അവർക്ക് ഞാൻ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും ബറക്കത്ത് ഇറക്കി കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ബറക്കത്ത് കുടികൊള്ളുന്നത് അള്ളാന്റെ ദീനിലാണ്. സമാധാനം കുടികൊള്ളുന്നത് അള്ളാന്റെ ദീനിലാണ്. അള്ളാഹുവിന്റെ സഹായവും രക്ഷയും തുണയും സമാധാനവും സന്തോഷവും കുടികൊള്ളുന്നത് അള്ളാന്റെ ദീനിലാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ സമാധാനം എന്നാണ് അർത്ഥം. ആ സമാധാനത്തിന്റെ വഴിയിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ ജീവിതത്തിലുടനീളം നമുക്ക് സന്തോഷമുണ്ടാകും. അത് നമ്മുടെ കുടുംബത്തിനും എല്ലായിടത്തും ഉണ്ടാകും. അതുകൊണ്ട് ആ ശിർക്കിൽ കഴിച്ചു കൂട്ടിയ ഒരു ജനപദത്തോട് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത് ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാത്ത് വയജ്അൽ ലക്കും അൻഹാറാ ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും. നിങ്ങൾ അല്ലാഹുവിനോട് ഖേദിച്ച് മടങ്ങൂ, നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ തേടൂ, ചെയ്തുപോയ അബദ്ധങ്ങൾ നിങ്ങൾ അല്ലാഹുവിലേക്ക് സമർപ്പിച്ചിട്ട് നല്ല ഒരു ജീവിതം നയിക്കൂ, അല്ലാഹുവിലേക്ക് മടങ്ങൂ. എന്ന യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ, ആകാശത്ത് നിങ്ങൾക്ക് സമൃദ്ധി ഇറക്കി തരും പടച്ചോൻ. വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ, നിങ്ങളുടെ സമ്പത്തിൽ നിങ്ങളുടെ സന്താനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിവൃദ്ധി നൽകും. നിങ്ങളുടെ സന്താനങ്ങളിൽ നിങ്ങളുടെ സമ്പത്തിൽ നിങ്ങൾക്ക് അല്ലാഹു അഭിവൃദ്ധി നൽകും. വയജ്അൽ ലക്കും ജന്നാത്ത് വയജ്അൽ ലക്കും അൻഹാറാ, നിങ്ങൾക്ക് അല്ലാഹു നല്ല തോട്ടങ്ങളും നദികളും യഥേഷ്ടം നിങ്ങൾക്ക് അല്ലാഹു സമൃദ്ധിയും നൽകും. നിങ്ങൾ എന്ത് ചെയ്യണം? പടച്ച റബ്ബിലേക്ക് മടങ്ങണം. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയുമായിട്ട് അടുക്കുക. ദീനിന്റെ കാര്യം നമ്മുടെ വ്യക്തി ജീവിതത്തില്, നമ്മുടെ കുടുംബ ജീവിതത്തില്, നമ്മുടെ സ്വഭാവത്തില്, നമ്മുടെ വേഷത്തില്, നമ്മുടെ സാമ്പത്തികത്തില്, എല്ലാറ്റിലും പടച്ചോനൊരു പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കും. കദാലിക ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ, ഇപ്രകാരം മുഅ്മിനീങ്ങളെ സഹായിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. എപ്രകാരം? യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ അദ്ദേഹം തസ്ബീഹ് ചൊല്ലിക്കൊണ്ടേയിരുന്നു. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനദ് ളാലിമീൻ. അല്ലാഹുവേ, നീ അല്ലാതെ ആരാധനക്ക് അർഹനായി മറ്റാരുമില്ല. സുബ്ഹാനക, നീ പരിശുദ്ധനാണ് റബ്ബേ, എന്നിൽ അബദ്ധം സംഭവിച്ചിരിക്കുന്നു എന്ന് ഏറ്റുപറഞ്ഞ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമയെ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് ജീവിതത്തിലേക്ക് രക്ഷപ്പെടുത്തിയ ചരിത്രം പറഞ്ഞിട്ട് അല്ലാഹ് പറയുന്നത് എന്നിൽ വിശ്വസിച്ച മുഅ്മിനീങ്ങളെ ഞാൻ സഹായിക്കുമെന്നായി. എവിടെയാകട്ടെ നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാകാനുള്ള വഴി ദീനാണ്. ഫഅമ്മാ മൻ അതാ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്നാ ഫസനിയസ്സിറുഹു ലിൽ യുസ്റാ, എളുപ്പത്തിലേക്ക് ഞാൻ എളുപ്പം കൊടുക്കും. എളുപ്പത്തിലേക്ക് ഞാൻ എളുപ്പം കൊടുക്കും. ദീനിയായ കാര്യത്തിലും ദുനിയവിയായ കാര്യത്തിലും അല്ലാഹു എളുപ്പത്തിലേക്ക് എളുപ്പം കൊടുക്കാൻ 3 വഴികൾ. എന്താണ് 3 വഴികൾ? ഫഅമ്മാ മൻ അതാ, നൽകുക. സമ്പത്തും അറിവും കഴിവും സ്ഥാനമാനങ്ങൾ കൊണ്ട് നൽകാൻ സാധിക്കുന്നതൊക്കെ നൽകുക. വഅമ്മാ മൻ അതാ, നൽകുന്നവർ, അതാണൊന്ന്. വത്തഖാ, പടച്ചറബിന്റെ കൽപ്പനകൾ പാലിച്ച് പടച്ചറബിന്റെ വിലക്കുകൾ മാറ്റിവെച്ച്, അതാണ് തഖ്വ. വത്തഖാ, തഖ്വ. വസദ്ദഖ ബിൽ ഹുസ്നാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്
വിശുദ്ധ ഖുർആനിനെ സത്യപ്പെടുത്തുക. അപ്പൊ ശരിയായി ഈമാൻ ഉൾക്കൊണ്ട് പടച്ചറബിന്റെ വിധിവിലക്കുകൾ പാലിച്ച് അള്ളാന്റെ മാർഗത്തിൽ നമ്മൾ എല്ലാം വിനിയോഗിച്ചാൽ അള്ളാഹ് പറഞ്ഞത് എന്താണ്? ഫസനുയസ്സിറുഹു ലിൽയുസ്റാ. അള്ളാഹ്ക്ക് വേണ്ടി മാറ്റിവെച്ച ഒരു ജീവിതത്തെ രക്ഷപ്പെടുത്തലും സഹായിക്കലും അയാൾക്ക് സന്തോഷവും സമാധാനവും കൊടുക്കലും അള്ളാന്റെ ബാധ്യതയാണ്. നമ്മൾ വിചാരിച്ചു കുറെ പൈസ ഉണ്ടാവലാണ്, കുറെ സൗന്ദര്യം ഉണ്ടാവലാണ്, കുറെ ഭൗതികമായ ആസ്തി. അതൊന്നല്ല. ഖുർആൻ പറയുന്നു വമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ ഖാല റബ്ബി ലിമ ഹശർതനീ അഅമാ വഖദ് കുൻതു ബസീറാ ഖാല കദാലിക അതത്ക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തൂസാ. ഈ ആയത്ത് പറ, ഏതായത്ത്? എന്റെ ഹുദയെ പിൻപറ്റിയാൽ നിങ്ങൾ വഴിപിഴക്കൂല, നിങ്ങൾക്ക് ദൗർഭാഗ്യം ബാധിക്കൂല എന്ന് പറഞ്ഞ ഉടൻ അല്ലാഹ് എന്താ പറഞ്ഞറിയോ? വമന്ന അറള അൻ ദിക്രി, എന്റെ ഖുർആനിനെ, എന്റെ ഉത്ബോധനത്തെ ആര് അവഗണിച്ചുവോ ഫഇന്ന ലഹു മഈശതൻ ദൻകാ, അവന് കുടുസമായ ജീവിതം ഉണ്ടാകും. അള്ളാന്റെ ദീനിനെ അവഗണിച്ച് അധാർമികതയിലേക്ക് പോയി, ഹറാമുകളിലേക്ക് പോയി, അവിഹിതങ്ങളിലേക്ക് പോയി, അനാശാസ്യങ്ങളിലേക്ക് പോയി, ഹറാമായ സമ്പാദ്യത്തിലേക്ക് പോയി, നമ്മൾ നമ്മുടെ മനസ്സിന് ശൈത്താന്റെ മന്ത്രണത്തിന്, മോശപ്പെട്ട കൂട്ടുകാരുടെ പ്രചോദനത്തിന്, പുതിയ പുതിയ മാറി വരുന്ന ട്രെൻഡുകൾക്ക് നമ്മൾ അങ്ങ് വിട്ടുകൊടുത്താൽ ഫഇന്ന ലഹു മഈശതൻ ദൻകാ, കുടുസമായ ജീവിതം. ഈ ആയത്തിനെ വ്യാഖ്യാനിക്കുമ്പോൾ മുഫസ്സിറുകൾ പറയുന്നുണ്ട്, ചിലപ്പോൾ ചില ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ തോന്നും ഓരൊക്കെ നമ്മളെക്കാൾ ലക്കിയാണല്ലോ, ഒരുപാട് പൈസ, നല്ല വീട്, നല്ല കാറ്, ഭയങ്കര പവറിലാണല്ലോ ഓരൊക്കെ ജീവിക്കുന്നതെന്ന് തോന്നിപ്പോകും. ദീനിന്റെ വെളിച്ചവും ബറക്കത്തും അല്ലാഹ് ഇട്ടുകൊടുക്കുന്ന മനസ്സിനാണ്. അവിടെ ശരീരം ദുർബലമാണെങ്കിലും മനസ്സ് ധന്യമായിരിക്കുന്ന പറയുന്നത്. അതുകൊണ്ട് ദീനിന്റെ ബറക്കത്ത് നമ്മുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനും നമ്മുടെ കുടുംബം എല്ലാറ്റിനും. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചത് എന്ത്? റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ റബ്ബന ഇഗ്ഫിർ ലീ വലിവാലിദയ്യ വലിൽ മുഅ്മിനീൻ യൗമ യഖൂമുൽ ഹിസാബ് റബ്ബി ജഅൽനി മുഖീമസ്സലാ. പടച്ചോനെ, എന്നെ നിനക്ക് നമസ്കാരം നിർവഹിക്കുന്നവനാക്കി മാറ്റണേ എന്നല്ല, നമസ്കാരം നിലനിർത്തുന്നവനാക്കി മാറ്റണേ. നമസ്കാരത്തിന്റെ സമയത്തില്, അതിന്റെ നിർവഹണത്തില്, അതിന്റെ ഖുശൂഇല്, അതിന്റെ റുകൂഇല്, അതിന്റെ സുജൂദില് എല്ലാം ശ്രദ്ധിച്ച് നിസ്കാരം ആ ഭവ്യതയോടെ നിർവഹിക്കുന്ന ആളാക്കി എന്നെ നീ മാറ്റണേ. എന്നെ മാത്രല്ല വമിൻ ദുർരിയതി, എന്റെ മക്കളെ. ഉണ്ടാവും. ഇപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്റെ മക്കളെ പൈസക്കാരാക്കണേ പടച്ചോനെ പ്രാർത്ഥിച്ചോ? ഇല്ല, എന്റെ മക്കളെ പടച്ചോനെ നീ നിസ്കരിക്കുന്നവരാക്കി മാറ്റണേ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നബിയെ, ഭൗതികമായ വളവളപ്പിലേക്ക് താങ്കളുടെ കണ്ണ് നട്ട് താങ്കളുടെ ജീവിതം പാഴാക്കി കളയണ്ട. വരിസ്ഖു റബ്ബിക ഖൈറുൻ വഅബ്ഖാ, അല്ലാഹ് തരുന്ന റിസ്ഖാണ് ഏറ്റവും ഖൈറും എന്നെന്നും ബാക്കിയാകുന്നതും. അടുത്ത ആയത്ത് എന്താ? വഅ്മുർ അഹ്ലക ബിസ്സലാ വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖൻ നഹ്നു നർസുഖുക വൽ ആഖിബതു ലിത്തഖ്വാ. വഅ്മുർ അഹ്ലക ബിസ്സലാ, നിങ്ങളുടെ കുടുംബത്തോട് നിസ്കാരത്തിന് കൽപ്പിക്കണം. വസ്തബിർ അലൈഹ, ആ രംഗത്ത് താങ്കൾ നല്ല ക്ഷമിക്കണം, നന്നായി ക്ഷമിച്ച് 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 അങ്ങേറ്റം ക്ഷമിക്കണം. അതാണ് ഇസ്തബറ. വസ്തബിർ അലൈഹ ലാ നസ്അലുക റിസ്ഖാ, താങ്കളുടെയും കുടുംബത്തിന്റെ റിസ്ക് ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടില്ല. നഹ്നു നർസുഖുക, നാം നിങ്ങൾക്ക് നൽകും. സമാധാനം അല്ലാഹ് തരും. മനസ്സിന്റെ സാദ്, ഈമാൻ, തഖ്വ പടച്ചോൻ തരും. നമ്മുടെ മക്കൾക്കുള്ള പണവും സമ്പത്തും റിസ്ഖും പടച്ചോൻ തരും. നിങ്ങൾ എന്ത് ശ്രദ്ധിച്ചാൽ മതി? അള്ളാന്റെ ദീനിന്റെ കാര്യം ശ്രദ്ധിച്ചാൽ മതി. അതാ മൻ കാനത്തിൽ ആഖിറതു ഹമ്മുഹു ജമഅ അല്ലാഹു ശംലഹു വജഅല ഗിനാഹു ഫീ ഖൽബിഹി വഅതത്ഹു ദുനിയാ വഹിയ റാഖിമ. ആഖിറം ലക്ഷ്യം വെച്ച് ആരെങ്കിലും ഇറങ്ങി പുറപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാര്യങ്ങൾ എളുപ്പാക്കുന്നു. റസൂൽ പറയാ, ദീനിന് പ്രാധാന്യം കൊടുത്തു അവന്റെ കാര്യം അല്ലാഹ് എളുപ്പാക്കും. നിന്റെ കണ്ണിന് മുന്നിൽ അല്ലാഹ് ധന്യത ഇട്ട് തരും. ദുനിയാവ് നിനക്ക് അല്ലാഹു ഇങ്ങനെ ഒരുക്കൂട്ടി തരും. ദുനിയാവ് നമ്മളെ തേടി ഇങ്ങോട്ട് വരും, നമ്മളെ തേടി ഇങ്ങോട്ട് വരും. ഒരു സഹോദരൻ പറയാം, കൊറോണ കാലത്ത് എല്ലാ കടയും പൂട്ടിയപ്പോ നമ്മളെ കട ഫുള്ള് തിരക്കായിരുന്നു. മുമ്പ് എന്താ പറയുക, ഈ പഴയ എമർജൻസി സ്റ്റൗ ഒക്കെ നന്നാക്കണ പരിപാടിയാണ്.
ഉണക്കമീൻ കച്ചവടം നടത്തിയിട്ട് ജമാഅത്തിന് പള്ളിയിൽ പോകുമ്പോൾ ആളുകൾ അടുത്തുനിന്ന് മാറിപ്പോയിട്ട് മൂപ്പര ബിസിനസ് ഒഴിവാക്കി. നല്ല ലാഭമുള്ള ബിസിനസ് ആയിരുന്നു. പക്ഷെ നിസ്കരിക്കാൻ പള്ളിയിൽ പോകുമ്പോൾ മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയ മൂപ്പര് കട മാറ്റിയിട്ട് ഈ ഒരു തട്ടിക്കൂട്ട് പരിപാടി തുടങ്ങി. ഇപ്പൊ 3-4 ബ്രാഞ്ചസാ. ചെറിയൊരു കോണിക്കൂടിൽ തുടങ്ങിയ കച്ചവടം 2 റൂമിന് വിശാലമാണ്. കോവിഡ് കാലത്ത് എല്ലാവരും അടച്ചിട്ടപ്പോ ഏറ്റവും അധികം പൈസ ഉണ്ടാക്കിയത് അദ്ദേഹത്തെ പോലുള്ള ആൾക്കാരായിരുന്നു. അള്ളാഹു ബർക്കത്ത് കൊടുക്കുമാറാവട്ടെ. ആഖിറത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ദുനിയാവ് നമ്മെ തേടി ഇങ്ങോട്ട് വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്സിയായ ഹദീസിലൂടെ പറ തഫറഖ ലിഇബാദതി അംല സദ്റക ഗിനൻ വഅസുദ്ദ ഫഖറക. തഫറഖ ലിഇബാദതി, എനിക്കുള്ള ആരാധനയിൽ നീ മുഴുകിക്കോ. അംല സദ്റക ഗിനൻ വഅസുദ്ദ ഫഖറക, നിന്റെ ഹൃദയത്തിൽ നാം ധന്യത നിറക്കും, നിനക്ക് നേരെയുള്ള ഫഖറിനെ, ദാരിദ്ര്യത്തെ നാം തടഞ്ഞു വെക്കും. നമ്മളൊക്കെ എത്ര ആദിയില കഴിച്ചു കൂട്ടണത് അല്ലേ? കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടി വിവാഹത്തെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് സംസാരിച്ചപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, മോളെ നിനക്ക് എന്താണ് പ്രശ്നം ചോദിച്ചപ്പോൾ അവള് പറയാണ്, കല്യാണം കഴിഞ്ഞാൽ പിന്നെ ജോലിയില്ല, പഠനമില്ല, ഒന്നുമില്ല, അപ്പൊ നമ്മുടെ ഭാവി ആകെ പ്രശ്നമാവും. ഞാൻ അവളോട് ചോദിച്ചു, ഭാവി പ്രവചിക്കാൻ നിനക്ക് കഴിവുണ്ടോ? നിനക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടോ? അള്ളാഹു അല്ലേ റസാഖ്, അള്ളാഹു അല്ലേ റസാഖ്, ദുൽ ഖുവ്വത്തിൽ മതീൻ, ഏറ്റവും നല്ല ശക്തിയുള്ളവനാണ് അള്ളാഹു, റസാഖാണ് അല്ലാഹു. വമാ മിൻ ദാബത്തിൻ ഫിൽ അർദ് ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ കുല്ലു ഫീ കിതാബിൻ മുബീൻ. ഒരു ജന്തുവുമില്ല പടച്ചോൻ അവരെ റിസ്ക് ഏറ്റെടുത്തിട്ടല്ലാതെ. അതുകൊണ്ട് പടച്ചോനിൽ ഉറച്ച വിശ്വാസം, പടച്ച റബ്ബിന് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിച്ച് അള്ളാന്റെ ഖുർആന്റെ സുന്നത്തിനും പറയുന്ന പോലെ നമ്മുടെ എല്ലാം നാം ചിട്ടപ്പെടുത്തി ഒരു വിശുദ്ധനായ ഒരു വ്യക്തിയായി, ഒരു മുഅ്മിനായി നമ്മൾ മാറിയാൽ അതിന്റെ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവും. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമയും ഖിദറും തമ്മിലുള്ള യാത്ര. ഒരു ഗ്രാമത്തിലെത്തി ഭക്ഷണം ചോദിച്ചവരൊന്നും കൊടുത്തില്ല. മടങ്ങിപ്പോരുമ്പോ ആ ഗ്രാമത്തിൽ ഒരു ചുമര് വീഴാനായി കിടക്കുന്നുണ്ട്. ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാം അത് പൊളിച്ചിട്ട് പുതുക്കി പണിതപ്പോ മൂസാ നബി പറഞ്ഞു, നിങ്ങൾക്ക് അതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു ചെറിയ പാരിതോഷികം അവരോട് വാങ്ങാമായിരുന്നില്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ മൂസയും ഖിദറും തമ്മിൽ പിരിഞ്ഞു. ഈ ചുമരിന്റെ ചരിത്രം എന്താണെന്ന് വിവരിച്ചു കൊടുക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? വഅമ്മൽ ജിദാറു ഫകാന ലിഗുലാമൈനി യതീമൈനി ഫിൽ മദീന വകാന തഹ്തഹു കൻസുൽ ലഹുമാ വകാന അബൂഹുമാ സാലിഹാ. ആ ജിദാർ, വഅമ്മൽ ജിദാർ ഫകാന ലിഗുലാമൈനി യതീമൈനി ഫിൽ മദീന, ആ പട്ടണത്തിൽ യതീമുകളായ 2 കുട്ടികളുണ്ട്. അവരുടെ ബാപ്പ മരിക്കും മുമ്പ് അവർക്കുള്ള സ്വത്ത് ആ ഒരു മതിലിന് താഴെ കുഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ മക്കള് ബുലൂഗെത്തുന്നവരെ ആ മതില് തകരാണ്ട് അവിടെ നിൽക്കണം. അതിനാണ് ഞാനത് പഠിത്തത്. ഇത്ര ദൂരെ നിന്ന് ആ മതില് പഠിക്കാനുള്ള റീസൺ എന്താണ്? വകാന അബൂഹുമാ സാലിഹാ, ആ മരിച്ചുപോയ ബാപ്പല്ലേ അയാൾ സ്വാലിഹായിരുന്നു. അതുകൊണ്ട് നമ്മുടെ സ്വലാഹിയത്താണ് കുടുംബത്തിന്റെ ബറക്കത്തും റഹ്മത്തും സന്തോഷവും എല്ലാം തീരുമാനിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഇരുട്ടും നമ്മുടെ വെളിച്ചവും, നമ്മുടെ ഒറ്റക്കും നമ്മുടെ കൂട്ടത്തിലും നമ്മുടെ ജോലിസ്ഥലത്തും നമ്മുടെ വീട്ടിലും എല്ലായിടത്തും നമ്മുടെ സ്വഭാവം എങ്ങനെയാണെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ രീതിക്കാണോ നമുക്ക് പടച്ച റബ്ബ് ബർക്കത്ത് തരും. അതുകൊണ്ട് കല്യാണം കഴിക്കുമ്പോൾ തന്നെ അല്ലാഹു സുബ്ഹാനഹു എന്ത് നോക്കാനാ പറഞ്ഞ്? ദീന് നോക്കാനാ പറഞ്ഞു. ആണിനെ കുറിച്ച് നോക്കുമ്പോഴും പെണ്ണിനെ കുറിച്ച് നോക്കുമ്പോഴും ദീന് നോക്കിക്കോളി. നിങ്ങള് ദീന് നോക്കിയ വിരല് കടിക്കേണ്ടി വരില്ല എന്ന് മനസ്സിലായില്ലേ? ബാക്കി പലതും നോക്കിക്കഴിഞ്ഞാൽ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ദീന് നോക്കി നിന്റെ കയ്യിൽ മണ്ണാകേണ്ടി വന്നാലും നീ ദീനുള്ള ഒരാളെ തെരഞ്ഞെടുത്തോ. ആണിനെ കുറിച്ച് പറഞ്ഞപ്പോഴും പെണ്ണിനെ കുറിച്ച് പറഞ്ഞപ്പോഴതാ പറഞ്ഞത്. ആണിനെ കുറിച്ച് പറഞ്ഞത് സൽസ്വഭാവവും ദീനുമുള്ള നല്ല കുട്ടികൾ. നിങ്ങളുടെ പെൺമക്കളെ കുറിച്ച് വിവാഹം അന്വേഷിച്ച് വന്നാൽ നിങ്ങളവരെ കെട്ടിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ ഫസാദ് ഉണ്ടാവുന്നു. അപ്പൊ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് ദീനിനാണ്. എന്നിട്ട് ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകളോട്, ഈ സംസാരം കേൾക്കുന്ന മുഴുവൻ ആളുകളോട്, ഈ അതിനേക്കാൾ ഉപരി സംസാരിക്കുന്ന എന്നോട്, നമ്മൾ പടച്ച റബ്ബിന് ഏറ്റവും നല്ല മുഖറബായ ദാസനാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പക്കൽ നിന്നുള്ള ബർക്കത്തും റഹ്മത്തും നമുക്ക് ലഭ്യമാകും. അതുകൊണ്ട് ജീവിതത്തിൽ ഉടനീളം അള്ളാന്റെ ഗൈഡൻസ്, അതാണ് ഹുദ, പടച്ചോൻ തന്ന ഹുദ, അത് ഖുർആനാണ്. ആ ഖുർആനെ സുന്നത്തിനെ നമ്മൾ മുറുകെ പിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്. എന്നിട്ട് അള്ളാഹ്ക്കുള്ളത് കൊടുക്കുക, അള്ളാഹ്ക്കുള്ളത് കൊടുക്കുക. നല്ലൊരു കുടുംബ ജീവിതം എന്നല്ല, നല്ലൊരു ജീവിതത്തിന് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് അള്ളാഹ്ക്കുള്ളത് കൊടുക്കുക.
അല്ല എന്താ പറഞ്ഞത് പഠിക്കുക, അതനുസരിച്ച് വിശ്വസിക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക. അങ്ങനെ അള്ളാഹ്ക്കുള്ളത്, അള്ളാഹു നമ്മളും തമ്മിൽ നല്ലൊരു കണക്ഷനായ അതെന്നൊരു ധൈര്യമാണ് അല്ലെ, അതിനൊരു ധൈര്യല്ലേ. മൂസാ നബിയും അനുയായികളും ചെങ്കടലിന്റെ മുന്നിൽ കുടുങ്ങി, ബാക്കിൽ ഫിർഔൻ, മുന്നിൽ ചെങ്കടൽ. എന്ത് ചെയ്യും? ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റകൂൻ. മൂസ, നമ്മളിപ്പോൾ പിടിക്കപ്പെടും. എന്താ ചെയ്യാ? നമ്മളിപ്പോ പിടിക്കപ്പെടും മൂസ. അപ്പൊ മൂസാ നബി എന്താ പറഞ്ഞേ? മൂസാ നബിക്ക് ഒരു കുലുക്കുമില്ല, മൂസാ നബിക്ക് ഒരു പേടിയില്ല. എന്തേ? കല്ലാ ഇന്ന മഇയ റബ്ബീ സയഹ്ദീൻ. എന്റെ കൂടെ എന്റെ പടച്ചോൻ. സൗർ ഗുഹന്റെ മുമ്പിൽ ശത്രുക്കൾ എത്തി. അബൂബക്കർ പേടിച്ചു. റസൂൽ പറഞ്ഞു, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. പേടിക്കണ്ട അബൂബക്കറെ, അല്ലാഹ് നമ്മുടെ കൂടെയുണ്ട്. ആരുമില്ലാത്ത സഫാ മർവക്കിടയിൽ ഹാജറ ബീവിയെയും ഒരു ചോര കുഞ്ഞിനെയും പ്രവാചകൻ ഇബ്രാഹിം നബി ഉപേക്ഷിച്ച് പോരുമ്പോ ഹാജറ ബീവി ചോദിച്ചത് ഒരു ചോദ്യമാണ്, അല്ലാഹു അമർക ബിഹാദാ യാ ഇബ്രാഹിം. ഇബ്രാഹിം, ആരുമില്ലാത്ത ഈ സ്ഥലത്ത് ഉപേക്ഷിച്ച് പോകാൻ അല്ലാഹുവിന്റെ കൽപ്പനയുണ്ടോ? ഉണ്ട്. എന്നാ പോയിക്കോ. ഇതല്ല അല്ല ഞങ്ങളെ കൈപിടിയുകയില്ല. അതാണ് സുഹൃത്തുക്കളെ, അല്ല ഉണ്ടെന്നൊരു ധൈര്യം നമുക്ക് ഉണ്ടാണെങ്കിൽ നമ്മളും പടച്ചോളും നല്ലൊരു കണക്ഷൻ ഉണ്ടാവും. ആൾക്കാരെ മുമ്പിൽ നമ്മളൊക്കെ നല്ല ആൾക്കാരാണ്. അള്ളാഹു പുറത്തു തരട്ടെ നമുക്ക്. എന്നാ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ അബദ്ധങ്ങൾ മറയിട്ടത് കൊണ്ടാണ് മാന്യമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്നത്. അള്ളാഹു പരലോകത്ത് മറയിടട്ടെ. അതുകൊണ്ട് പടച്ചോനുമായിട്ട് നല്ലൊരു ബന്ധം. ആ പള്ളിയിൽ നിന്ന് ഭാഗം കൊടുക്കുമ്പോണ്ടല്ലോ ഒരു സന്തോഷം, ഒരു താല്പര്യം, ഒരു ആത്മാർത്ഥതയോടുകൂടെ ഖുർആൻ ഓതാനും നിസ്കരിക്കാനും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇസ്ലാം പറഞ്ഞ വേഷം ധരിക്കുമ്പോൾ അഭിമാനത്തോടെ ആ വേഷം ധരിച്ച് ക്യാമ്പസിലേക്ക് പോകാനും. എന്താ നിന്റെ വേഷം ഇങ്ങനെ ചോദിക്കുമ്പോൾ അഭിമാനത്തോടെ ഐ എം എ മുസ്ലിം എന്ന് പറയാൻ, തൻ്റെ ഇടത്തോടെ എണീറ്റ് നിൽക്കാൻ നമുക്ക് ആ ഒരു പവർ ഉണ്ടല്ലോ. അതിനെ ജീവിതത്തിലെ വിജയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ കുടുംബത്തിലും എല്ലായിടത്തും നമുക്ക് ബർക്കത്തുണ്ടാകുന്ന കാര്യം. രണ്ടാമത്തെ തരങ്ങൾ പടപ്പുകൾ തമ്മിലുള്ളതാണ്. അള്ളാഹുള്ളത് നമ്മൾ ക്ലിയർ ആക്കി കഴിഞ്ഞാൽ പിന്നെ പടപ്പുകൾ തമ്മിലുള്ള ബന്ധം ഏറ്റവും ഊഷ്മളമാക്കുക എന്നാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ തൻ്റെ കുടുംബത്തിൽ നല്ല വ്യക്തി ആരാണോ അവനാണ്. നമ്മുടെ നാട്ടിലൊക്കെ നല്ല ആൾക്കാരാണ്. സ്റ്റേജിൽ പ്രഭാഷകനാണ്, സമൂഹത്തിൽ ഭയങ്കര രാഷ്ട്രീയ പ്രവർത്തകനാണ്, അല്ലെ, സ്കൂളിൽ ടീച്ചറാണ്, ഒക്കെ റെഡിയാണ്. എന്തൊരു നല്ല ടീച്ചറാണ്, എല്ലാ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ആളാണ്. പക്ഷെ നമ്മുടെ ഭർത്താവ്, നമ്മുടെ മക്കള്, നമ്മുടെ ഭാര്യ, നമ്മുടെ കുടുംബം, ഒരാൾക്ക് നല്ല സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള 3 കാര്യങ്ങൾ. ഒന്ന് കുടുംബമാണ്. നമ്മളെ കുറിച്ച് നമ്മുടെ ഭാര്യയ്ക്ക് എന്താ അഭിപ്രായം? നമ്മൾ മുൻചുണ്ടിക്കാരനാണ്, നമ്മൾ ഭയങ്കര ദേഷ്യക്കാരനാണ്, ഭയങ്കര അലസനാണ്, മൂപ്പർക്ക് നമുക്കൊരു വാല്യൂ തരാത്ത, മൂപ്പര് ഒരു ഡൊമിനൻസി അഭിനയിക്കുന്ന, മൂപ്പര് ഒരു വലിയ ആൾ നിൽക്കുന്ന ആളാണ്. ഇങ്ങനെ ഒരുപാട് 100കണക്കിന് നെഗറ്റീവ്സ് അവിടെ നിന്ന് ഇങ്ങോട്ട് തരാണെങ്കിൽ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല, മെല്ലെ ഓരോന്ന് ക്ലിയർ ആക്കുക. കാരണം ഫസ്റ്റ് സർട്ടിഫിക്കറ്റ് തരേണ്ട ആൾക്കാർ കുടുംബക്കാരാണ്. ഭാര്യയെ കുറിച്ച് ഭർത്താവിനുള്ള അഭിപ്രായം എന്താണ്? നമ്മളെ കുറിച്ച് നമ്മുടെ ഉമ്മക്കും ഉപ്പക്കുള്ള അഭിപ്രായം എന്താണ്? കുട്ടികളെ കുറിച്ച് മാതാപിതാക്കൾക്കുള്ള അഭിപ്രായം എന്താണ്? അതാണ് ഏറ്റവും പ്രധാനം. ഫ്രണ്ട്സിനെക്കാളും നമുക്ക് ഏറ്റവും നല്ല ഗുഡ് സർട്ടിഫിക്കറ്റ് തരേണ്ടത് ടീച്ചറെക്കാളും നമ്മുടെ പാരന്റ്സ് ആണ്. നിങ്ങളുടെ മോന് നല്ല മോനാണ് കേട്ടോ. ടീച്ചർ പറയുന്നു എന്റെ മോന് നല്ല മോനാണ് എന്ന് ആത്മാർത്ഥമായി നമ്മുടെ ഉമ്മക്കുപ്പക്കും പറയാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഗുഡ് സർട്ടിഫിക്കറ്റ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാറുക്കും ലിഅഹ്ലിക്കും, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ നിങ്ങളുടെ കുടുംബത്തിൽ നല്ലവനായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഞാൻ ഏറ്റവും നല്ല സ്വഭാവം കാണിക്കുന്നത് എന്റെ കുടുംബത്തിലാണ്. സമൂഹത്തിലോ നബിന്റെ മുമ്പിൽ ഇരിക്കുന്ന മുഴുവൻ ആൾക്കാരും വിചാരിച്ചെന്താ അറിയോ? നബിക്ക് ഏറ്റവും ഇഷ്ടം തന്നെയാണ്. അപ്പൊ നബി എത്ര നല്ല ഒരു ഫേസ് ആയിരിക്കും, എത്ര നല്ല സ്വഭാവത്തിലായിരിക്കും റസൂൽ പെരുമാറിയിട്ടുണ്ടാവുക. കൊല്ലാൻ വാളോങ്ങിയവൻ പോലും നാട്ടിൽ പോയിട്ട് പറഞ്ഞെന്താ, നല്ലൊരു മനുഷ്യന്റെ അടുത്ത് നിന്നാണ് ഞാൻ വരുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ശത്രുക്കൾ പോലും നബിനെ കുറിച്ച് നല്ല അഭിപ്രായം പറയാം. സ്വഹാബത്ത് പറയാം നബിക്ക് ഏറ്റവും ഇഷ്ടം തന്നെയാണ്. ചെന്ന് ചോദിച്ചപ്പോൾ നബി പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടം അബൂബക്കറിനെയാണ്. അപ്പൊ ഞാനല്ലേ? അപ്പോഴാണ് മൂപ്പര് തിരിച്ചറിയണ ഞാനല്ല. അപ്പൊ എല്ലാവരും ഈക്വലി വിചാരിച്ചത് നബിക്ക് ഏറ്റവും ഇഷ്ടം എന്നെയാണ്. അപ്പൊ നാട്ടിലെ ഏറ്റവും മാന്യമായി ഇടപെട്ട റസൂൽ പറയാണ്, ഇതൊന്നല്ല എന്റെ വീട്ടിലെ സ്വഭാവം, ഇതിനേക്കാൾ ബ്യൂട്ടിഫുൾ ആണ്. മനസ്സിലായേ? അപ്പൊ ഒരാൾ നല്ല വ്യക്തിയാണ്, കുടുംബം നല്ല ശ്രദ്ധിക്കുക. രണ്ടാമത്തെ പറയാം, നബിയോട് ഒരാൾ വന്നിട്ട് ചോദിച്ചു, നബിയെ ഞാൻ ചെയ്യുന്നത് നല്ല കാര്യമാണോ ചീത്ത കാര്യമാണോ എന്ന് എനിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അപ്പൊ റസൂൽ പറയാണ്, നീ ഒരു കാര്യം ചെയ്തിട്ട് അത് കണ്ടിട്ട് നിന്റെ അയൽവാസി പറയാണ് നീ നല്ല കാര്യമാണ് ചെയ്തത് എങ്കിൽ നീ നല്ലവനാണ്. നിന്റെ പ്രവർത്തനങ്ങൾ നോക്കിയിട്ട് നിന്റെ അയൽവാസി പറയാണ് നീ മോശപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞാൽ നീ മോശപ്പെട്ടവനാണ്. അപ്പൊ അയൽവാസിയുടെ ഫീഡ്ബാക്ക് ആണ് രണ്ടാമത്തത്.
ഒന്ന് കുടുംബത്തിന്റെ ഫീഡ്ബാക്കാണ്, രണ്ട് അയൽവാസിയുടെ ഫീഡ്ബാക്കാണ്, മൂന്നാമത്തേത് വിശ്വാസികളുടെ ഫീഡ്ബാക്കാണ്. മനസ്സിലായില്ലേ? കുറെ ട്രെൻഡന്മാരുടേതല്ല, മറിച്ച് ആരുടേതാണ്? വിശ്വാസികളുടേതാണ്. ഒരു മയ്യത്ത് ഇങ്ങനെ പോയപ്പോ അവർ പുകയറ്റി പറഞ്ഞു, റസൂൽ പറഞ്ഞു വജബത്, നിർബന്ധമായിരിക്കുന്നു. ഒരു മയ്യത്ത് ഇങ്ങനെ പോയപ്പോ സഹാബത്ത് അയാളെ കുറിച്ച് മോശമായി പറഞ്ഞു. അപ്പൊ റസൂൽ പറഞ്ഞു വജബത്, നിർബന്ധമായി. ആർക്കും ചോദിക്കാൻ ധൈര്യമില്ല. ഉമർ വീട് ചോദിച്ചു, വമാ വജബത് യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എന്താ നിർബന്ധമായത് ചോദിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പുകയറ്റി പറഞ്ഞവന് സ്വർഗവും നിങ്ങൾ മോശമായി പറഞ്ഞവന് നരകവും നിർബന്ധമായിരിക്കുന്നു. അപ്പൊ മൂന്നാമത്തെ ഫീഡ്ബാക്ക് തരേണ്ടത് ആരാ? വിശ്വാസി വൃന്ദമാണ്, മുഅ്മിനീങ്ങളാണ്, തൗഹീദുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ സർട്ടിഫിക്കറ്റ് കുടുംബമാണ്. അതുകൊണ്ട് കുടുംബത്തിൽ നമ്മൾ ഏറ്റവും മാന്യമായി പെരുമാറണം. നമ്മുടെ സംഭവം ജമാഅത്തിന് ഒന്നാമത്തെ സൊഫിലത്ത് ഉണ്ടാവും, പക്ഷെ പൊരിഞ്ഞ ചൂടനേക്കാരാള്, ഭയങ്കര റിസ്കേക്കാരെ മാനേജ് ചെയ്യാൻ, വല്ലാത്ത കഷ്ടപ്പാടേക്കാരെ അയാളെ കൊണ്ട് കുടുംബത്തിനും മക്കൾക്കൊക്കെ ഭയങ്കരമായിട്ട് ആവശ്യത്തിനും അനാവശ്യത്തിനും ഷൗട്ട് ചെയ്ത് കുടുംബത്തെ വരിഞ്ഞു മുറുക്കി അവര് നരകിച്ച് ജീവിക്കുന്ന ആൾക്കാർ. ഇപ്പൊ ഈ യൂട്യൂബിലൊക്കെ നിങ്ങൾ ചെറിയ വീഡിയോസ് ഇങ്ങനെ കാണാം. എങ്ങനെ കുടുംബത്തോട് പെരുമാറുന്നതും കുടുംബത്തെ കൊണ്ട് യാത്ര പോകുന്നതും. ഈ വീഡിയോസിന്റെ ഒക്കെ കമന്റ് ബോക്സിൽ പെണ്ണുങ്ങൾ കയറിയിട്ട് ചറപറോ കമന്റ് ചെയ്താണ്. എന്ത് കല്യാണം കണ്ട് 15 കൊല്ലായി, ഇതുവരെ മര്യാദയ്ക്കൊന്നും സംസാരിച്ചിട്ടില്ല മൂപ്പര്, ഇതുവരെ എനിക്കൊന്നും മനസ്സമാധാനത്തിൽ പെരുമാറാൻ പറ്റി. എന്തൊക്കെയാണ് ആൾക്കാർ സ്വന്തം ബാപ്പാനോടും ഉമ്മാനോടും പറയണ മാതിരി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കയറിയിട്ട് മനസ്സ് തുറന്നങ്ങനെ പങ്കുവെക്കാണ്. ഇവരെയൊക്കെ ആര് നിയന്ത്രിക്കും എന്ന് ചിന്തിക്കണതിന് പകരം നമ്മുടെ വീട്ടിൽ നിന്ന് അങ്ങനെ ഫീഡ്ബാക്ക് പോകാണ്ടിരിക്കട്ടെ. നമ്മുടെ സ്വഭാവം, നമ്മുടെ പെരുമാറ്റം ഏറ്റവും ഊഷ്മളമാക്കുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭർത്താക്കന്മാർക്കും ഭാര്യമാർക്കുള്ള മാനേഴ്സ് കൃത്യമായിട്ട് പഠിപ്പിച്ചെന്നു. ഭർത്താക്കന്മാരുടെ ചുമതലയാണ് സ്വന്തം ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കൽ, അവളുടെ വിദ്യാഭ്യാസം, അവളുടെ വസ്ത്രം, അവളുടെ ഭക്ഷണം. അത് നമ്മുടെ ബാധ്യതയാണ്, ആനുകൂല്യമല്ല. നമ്മളിപ്പോ ആനുകൂല്യമായിട്ട് കാണാൻ ഇന്നലെ 500 രൂപ, ഇന്ന് 500 രൂപയാണോ, ഒരു ഓളെ പോക്കറ്റ് കിട്ടാനോ തോന്നും അല്ലേ? ചിലപ്പോ കുട്ടികളെ വണ്ടി ഫീസ് കൊടുക്കാനേക്കാരം, ചിലപ്പോ മീൻ വാങ്ങാനേക്കാരം. പക്ഷെ നമ്മളെ ഭാവത്തിൽ ഇതൊക്കെ ഓക്ക കൊടുക്കണം അല്ലേ? സഹോദരിമാരും തന്നെ വീട്ടിലുള്ള ജോലികളൊക്കെ ചെയ്യുമ്പോൾ ഈ ജോലിയൊക്കെ നിങ്ങൾ ചെയ്യോ, ഇതൊക്കെ ഞാൻ തന്നെയല്ലേ ചെയ്യണേ, വേറെ ആരും ഇവിടെ ചെയ്യാനല്ലോ. ഭയങ്കര ത്യാഗമായിട്ട്, സംഭവ ത്യാഗം തന്നെയാണ്. പക്ഷേ ഇതൊരു ബാധ്യതയാണ്, പടച്ചോൻ നമ്മളെ ഏൽപ്പിച്ച ബാധ്യതയാണ്. ഭർത്താക്കന്മാർ കുടുംബത്തെ പോറ്റി അതിനുള്ള സാമ്പത്തികം ഉണ്ടാക്കുക, അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്യുന്നത് നമ്മുടെ ബാധ്യതയാണ്. വീട്ടിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക എന്നുള്ളത് സഹോദരിമാരുടെ ബാധ്യതയാണ്. അതൊരു ഇബാദത്താണ്, അതൊരു സേവനമായിട്ട്, ഒരു ആനുകൂല്യമായിട്ടല്ല നമ്മൾ കാണേണ്ടത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട, പരസ്പരം ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ഇന്നിപ്പോ ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയുക, കല്യാണം കഴിക്കുന്ന ആളുകൾക്ക് എന്തിനാ കല്യാണം കഴിക്കണമെന്ന് അറിയില്ല. അവര് പിന്നെ ചില കുട്ടികളൊക്കെ പറയുന്നത് വെച്ചാല് ഭർത്താവിന് ബുള്ളറ്റ് വേണം, എന്നിട്ട് മണാലി കൊണ്ടുപോകണം, UK പോകണം. അതിനിപ്പോ ഒരു ട്രാവൽസ് പോയിട്ട് വിസ എടുത്ത UK പോയിക്കൂടെ? അതിനിപ്പോ കല്യാണം കഴിക്കേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ മണാലി പോകാൻ ഒരുപാട് പ്രൊജക്റ്റുകൾ പലരും പ്രഖ്യാപിക്കുന്നുണ്ട്, അതിന് ഭയപ്പെടാൻ. അപ്പൊ കല്യാണം എന്താണ്, അതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ല. അതിൻ്റെ ഒരു ചുമതല ബോധം ആണിനും പെണ്ണിനും ഇല്ലാത്തൊരവസ്ഥയാണ്. ചെക്കന്മാരൊക്കെ കല്യാണം കഴിക്കുക, എന്നിട്ട് അതിന്റെ പൈസ കൊണ്ട് ബിസിനസ് നടത്തുക, അങ്ങനെയൊക്കെ സ്വപ്നം കണ്ടിരിക്കണ കുറെ ഏരിയകളുണ്ട്. അങ്ങനെയായിട്ട് ജീവിക്കണ കുറെ ഏരിയകളുണ്ട് കേരളത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ. കല്യാണം കഴിക്കുന്നുണ്ട്, ഇത് കിട്ടണോണ്ട് ബിസിനസ് നടത്തുക, പേരിനൊന്ന് വിസിറ്റ് അടിക്കും, ദുബായിൽ പോയിട്ട് വിസിറ്റ് അടിക്കും, എന്നിട്ട് ഗൾഫിൽ പിന്നെ ബിസിനസ് നോക്കുകയാണെന്നൊക്കെ പറഞ്ഞ് കല്യാണം നോക്കിയിട്ട് ഈ പൈസയായിട്ട് പോയിട്ട് ബിസിനസ് നടത്തും. അപ്പൊ എന്തിനാണ് ഈ കല്യാണം? ഇവിടെ എന്താണ്? ഇതൊന്നും ഇല്ലാതെ യഥാർത്ഥത്തിൽ രണ്ട് വ്യക്തികൾ പരസ്പരം ഇണങ്ങിയും സ്നേഹിച്ചും പരസ്പരം അറിഞ്ഞും കൊണ്ടും കൊടുത്തും സന്തോഷത്തോടെ ജീവിക്കേണ്ട ഇടമാണ് സത്യത്തിൽ ദാമ്പത്യം എന്ന് പറയുന്നത്. അവിടെ തല്ലും പിടിയും വക്കാണവുമല്ല ഒരിക്കലും ഉണ്ടാകേണ്ടത്. സ്നേഹവും അതുപോലെ തന്നെ പരസ്പര വിശ്വാസവും പരസ്പരമുള്ള ത്യാഗങ്ങളും ഒക്കെയാണ് അവിടെ നടക്കേണ്ടത്. അത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദാമ്പത്യ ജീവിതം ഊഷ്മളമാകാൻ നമ്മൾ ആസ് എ ഹസ്ബൻഡ്, ആസ് എ വൈഫ്, നമ്മൾ ചെയ്യേണ്ട ചുമതലകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. കുടുംബത്തിന്റെ എല്ലാ പ്രധാനപ്പെട്ട ബാധ്യതകളും നിർവഹിക്കുന്നത് ഹസ്ബൻഡാണ്. അതുകൊണ്ടാണ് ഹസ്ബൻഡിന് വിശുദ്ധ ഖുർആൻ വലിയൊരു സ്ഥാനം കൊടുത്തിരിക്കുന്നത്. ഭാര്യയെ കുറിച്ചും പറഞ്ഞു, വൽ മർഅതു റാഇയത്തുൻ അൻ അഹ്ലി ബൈതി സൗജിഹാ. ഒരു പെണ്ണ് അവരുടെ ഭർത്താവിന്റെ കുടുംബത്തിലെ മുഴുവൻ കാര്യങ്ങളുടെയും ചുമതലയുള്ളവളാണ് എന്ന് പറഞ്ഞാൽ ആ ചുമതലയൊക്കെ ഭംഗിക്ക് നിർവഹിക്കാൻ നമുക്ക് പറ്റണം. ഇന്നിപ്പോ എന്താ പറയുക, ഇന്നിപ്പോ ഭാര്യക്ക് അവൾക്ക് സംസാരിക്കാൻ ആളില്ല,
അവൾക്ക് പറയാൻ ആളില്ല, അവൾക്ക് കേൾക്കാൻ ആളില്ല. ഹസ്ബൻഡിന് ഒരു വിഷമം ഉണ്ടാവില്ല. വിഷമം ഒക്കെ ഞമ്മക്ക് പെണ്ണുങ്ങൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കുന്ന കുറെ പെണ്ണുങ്ങൾ. അതുകൊണ്ട് മൂപ്പർക്ക് വിഷമങ്ങൾ പറയാന്, മൂപ്പരെ പ്രയാസങ്ങൾ പറയാന്, സങ്കടങ്ങൾ പങ്കുവെക്കാന് ആളില്ലാത്തൊരവസ്ഥ. പടച്ചോൻ ഞമ്മക്ക് ഒരു വായയും രണ്ട് ചെവിയും തന്നത് കുറെ കേൾക്കാനും കുറച്ച് മാത്രം സംസാരിക്കാനുമാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡെയിലി ഒരു 15 മിനിറ്റ്, ഒരു അരമണിക്കൂർ ഒരുമിച്ചിരുന്ന് ആ ദിവസത്തെ കുറിച്ച് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാൽ തന്നെ നമുക്ക് ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യൂല. നമുക്കൊരാളില്ല, നമ്മൾ കേൾക്കാൻ ആളില്ല, നമ്മുടെ വികാരം കേൾക്കാൻ, അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ് ഇപ്പോ. മോളെ, നിനക്ക് നിന്റെ ഉമ്മ നഷ്ടപ്പെടും, നിന്റെ സഹോദരന്മാർ നഷ്ടപ്പെടും, നിന്റെ കുടുംബം നഷ്ടപ്പെടും, നീ അവിടെ പോയ ഒറ്റക്കാകും, പ്രത്യേകിച്ച് അവനൊരു അന്യമതസ്ഥൻ കൂടെയാണ്, അതുകൊണ്ട് നീ കുടുങ്ങിപ്പോകും എന്ന് നമ്മൾ പറയുമ്പോ കുട്ടികൾ പറയും, ഇല്ല എനിക്ക് കഴിയൂല ഓനല്ലാണ്ട്. അപ്പൊ എന്താ ഓൻ കൊടുത്തത്? എന്താ അവൻ നിനക്ക് തരുന്നത്? അവൻ എന്നെ കേൾക്കും, മനസ്സിലായില്ലേ? അവൻ എന്നെ അറിയും, അവൻ എന്റെ ദുഃഖത്തിൽ എന്റെ കൂടെ നിൽക്കും, എന്റെ സന്തോഷത്തിൽ എന്റെ കൂടെ നിൽക്കും. യഥാർത്ഥത്തിൽ ഭാര്യയും ഭർത്താവും അല്ലേ ഇങ്ങനെ മുന്നോട്ട് പോകേണ്ടത്? അള്ളാന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സുബഹ് നിസ്കാരം കഴിഞ്ഞാൽ എല്ലാ ഭാര്യമാരുടെ അടുത്തും പോയി സലാം പറയും, പ്രാർത്ഥിക്കും. എല്ലാ ഈവനിങ്ങും പോയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും സലാം പറഞ്ഞ് ഓരോരുത്തരുടെയും കൂടെ സമയം ചിലവഴിക്കും, അവർക്ക് സംസാരിക്കാനും. അവരുടെ സംസാരങ്ങൾ, നബിയാരാ എത്ര ബിസിയുള്ള ആളാ അല്ലെ? എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ട് ചെയ്തിരുന്നു. അവർക്ക് സന്തോഷം പങ്കുവച്ചിരുന്നു, അവരുടെ ഗുണങ്ങളെ എടുത്തു പറഞ്ഞിരുന്നു. ഖദീജ റളിയല്ലാഹു അൻഹ ഗ്ലാമർ ഉണ്ടായിട്ടല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ മരിക്കുവോളം ഒരു വിവാഹവും കഴിച്ചിട്ടില്ല. ഖദീജ റളിയല്ലാഹു അൻഹയോട് അത്രയും സ്നേഹമായിരുന്നു. ഖദീജയുടെ സഹോദരി ഹാലയുടെ ശബ്ദം കേൾക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് സന്തോഷത്തോടെ കാതോർക്കും. കാരണം സഹോദരിയുടെ താത്തയുടെ അതേ സൗണ്ടാണ്, ഖദീജയുടെ അതേ സൗണ്ടായിരുന്നു സഹോദരിക്ക് ഉണ്ടായിരുന്നത്. അത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടമായിരുന്നു. നബി, നിങ്ങൾക്ക് ആരെയാണ് ഏറ്റവും ഇഷ്ടം? ആയിഷയാണ്. അതുകൊണ്ട് തന്നെ നബിന്റെ കയ്യിൽ നിന്ന് ഒരിക്കൽ പാത്രം തട്ടി തള്ളിയിട്ട് താഴെ വീണ് ഉടഞ്ഞിട്ട് റസൂലുള്ള മുട്ടുകുത്തി പെറുക്കിയെടുത്തു. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട ആളാണ് ആയിഷ. അത് വെറുതെ ഒരു തൊള്ളത്താളടിച്ചല്ല, അത് റസൂലുള്ള റിയൽ ലൈഫിൽ കാണിക്കുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്റെ ഭാര്യയാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്റെ ഭർത്താവാണ്, അതല്ലാത്ത വേറെ ഒരാളും എനിക്ക് ആവശ്യമില്ല എന്ന് തീർത്ത് പറയാൻ സാധിക്കണമെങ്കിൽ നമ്മൾ അത്രയും സ്നേഹിക്കണം. മനസ്സിലായില്ലേ? ഓൾക്ക് ഓളെ വീട്ടിൽ പോകണം, ഓളമ്മാനോട് പറയണം, ഓളപ്പാനോട് പറയണം. അത് നമ്മളെ കുറവാണ്. എന്റെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ കച്ചറക്കാരാണ്. ആ കുട്ടികളെ പോയപ്പല്ല, ദാറ്റ്സ് യുവർ മിസ്റ്റേക്ക്. ആസ് എ ടീച്ചർ യു ആർ ഫെയിൽഡ്. അതാണ് ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് കുട്ടികളെ മാനേജ് ചെയ്യാൻ കഴിയാത്ത ദുർബലത നിങ്ങൾ ഫേസ് ചെയ്യുന്നു. അതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. ഇതുപോലെ നമ്മുടെ ഭാര്യയ്ക്ക് നമ്മേക്കാൾ വലുത് മറ്റാളാണെങ്കിൽ, നമ്മുടെ ഭർത്താവിന് നമ്മേക്കാൾ വലുത് മറ്റാളാണെങ്കിൽ അത് നമ്മുടെ ഒരു ഗ്യാപ്പാണ്. അത് നമ്മൾ നികത്തിയിട്ട് പരസ്പരം നല്ല സ്നേഹത്തിലും ബഹുമാനത്തിലും ആദരവിലും അനുസരണത്തിലും തൃപ്തിയിലും മുന്നോട്ട് പോകണം. ഒരുത്തൻ പറഞ്ഞു, പിന്നെ നിക്കാഹ് കഴിഞ്ഞിട്ട് 3 മാസമായിട്ടുള്ളൂ, ഒരാഴ്ച നിക്കാഹ് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ഓൻ ഗൾഫിലും പോയി. അപ്പൊ ഓൻ പറയണം ഓളിന്റെ മൂത്തോക്കളില്ല. അപ്പൊ ഞാൻ ഓള് നാട്ടിലുണ്ട്, ഓളെ വിളിച്ച് സംസാരിച്ച്, എന്താ ഓന്റെ മൂത്തോക്കാത്ത എന്റെ ഭർത്താവല്ലേന്ന് ചോദിച്ചപ്പോ ഓള് പിന്നെ പറയണേ, എങ്ങനെയാ അപ്പൊ മൂപ്പരെ മൂത്തോക്ക? മൂപ്പർ എന്നോട് പറഞ്ഞെന്താ നിങ്ങള് ആരും കിട്ടാത്തോണ്ടാണ് എന്നെ കെട്ടിയത്. അത് നല്ലൊരു പോസിറ്റീവാണ്. ഇനിയിപ്പോ ഇങ്ങനെയാണെങ്കിൽ ഇനി വേറെ, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയൊക്കെ ആയ എന്താ ചെയ്യാ? അപ്പൊ പരസ്പരം ഒന്ന് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഞാൻ വളരെ ലക്കിയാണ് നിന്നെ കിട്ടിയതിൽ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഗുണങ്ങൾ പറയുമ്പോൾ അതിന് വല്ലാത്തൊരു സുഖമുണ്ട് അല്ലേ? ഭർത്താക്കന്മാർ രാവിലെ ഇറങ്ങിയിട്ട് പിന്നെ വൈകുന്നേരം വരെ അധ്വാനിച്ച് വീട്ടിൽ കയറി വരുമ്പോ നിങ്ങൾ കഷ്ടപ്പെടുന്നോണ്ടാണല്ലോ നമ്മൾ അന്നം തിന്നണത് എന്നൊരു വാക്ക് പറയുമ്പോൾ അയാളെ മനസ്സിലുണ്ടാണ് ഒരു നിറവ് അല്ലേ? ഞാനിങ്ങനെ പോകുമ്പോ ഈ മക്കളെ നോക്കി വീട്ടിൽ എല്ലാ ജോലിയും ചെയ്ത് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലോ, ഇല്ലെങ്കിൽ എന്റെ അവസ്ഥ എന്തായിരിക്കും എന്നൊരു വാക്ക് പറഞ്ഞാൽ അവർക്ക് കിട്ടുന്നൊരു സന്തോഷം. അതുകൊണ്ട് പരസ്പരം, അതൊക്കെ എന്താ വെച്ചാൽ രണ്ട് വ്യക്തികൾ പരസ്പരം സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ഇങ്ങനെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അതിങ്ങനെ ഓട്ടോമാറ്റിക്കലി വരും. ഒരു സ്ഥലത്ത് പോയി ഇറങ്ങിയാൽ, എടി ഞാൻ ഇവിടെ എത്തിട്ടോ, നിങ്ങൾ എവിടെ ചെന്നാലും വിളിച്ചു അറിയില്ല, ഞാൻ അങ്ങോട്ട് വിളിച്ചണം. അതെന്താണ്?
അല്ലാതെ ഈ കംപ്ലൈന്റ് പറയാതെ തന്നെ ഇതൊക്കെ സംഭവിക്കണമെങ്കിൽ മനസ്സിനകത്തുണ്ടാകണം. മനസ്സിനകത്തുണ്ടെങ്കിൽ ആരും പറയേണ്ട ആവശ്യമില്ല, ആരും ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ല, അത് ഓട്ടോമാറ്റിക്കലി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പരസ്പരം നല്ല നിലക്ക് മുന്നോട്ട് പോകാനും നമ്മൾ പരസ്പരം ഉണ്ടാകുന്ന വേണ്ടാത്ത കാര്യങ്ങൾ, കളവ്, രണ്ട് മുഖം കാണിക്കുക, ഇവിടെ വേറെ മുഖം അവിടെ വേറൊരു മുഖം, അങ്ങനെയില്ലാതെ നിഷ്കളങ്കമാകുക. ഊഹിച്ച് ഓരോന്നിങ്ങനെ പറയാം, അന്ന് അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി, നിങ്ങൾ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി, ഊഹിച്ചു പറയാ. അവഗണന, ഒരു പുച്ഛം, ഞാനൊക്കെ വലിയ ഹൈ ലെവലാണ്, അങ്ങനെ പെട്ടുപോയതാണ് എൻ്റെ പേരിൽ, ഇനിയിപ്പോൾ കുട്ടികളോ കഴിഞ്ഞ് അങ്ങനെ പോട്ടെ, അങ്ങനെ ഒരു എന്താ പറയുക, ഒരു അവഗണന അങ്ങനെ ഉണ്ട്. തന്റെ ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാറ്റി ഒരുങ്ങി നിൽക്കുന്ന ഒരു ഭാര്യയോട് ഭർത്താവ് പറഞ്ഞ എന്താ അറിയോ, ഇതെന്താ ഈ രാത്രി അങ്ങാടിയിലെ മറ്റേ പെണ്ണുങ്ങൾ നിൽക്കണ മാതിരി നിൽക്കണ, മനസ്സിലായില്ലേ? ഓന്റെ എത്ര പല്ല് ബാക്കി ഉണ്ടാവണം, ഒന്നാലോചിക്ക്, എത്ര പല്ല്. ഇതൊക്കെ ഒരു വലിയൊരു പ്രശ്നമാണ്. ഇങ്ങനെ പുച്ഛത്തോടു കൂടെ കാണുന്ന കുറെ ആളുകളുണ്ട്. ഇതൊക്കെ ഇന്നത്തെ സമൂഹം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. എത്രയോ കണ്ണുനീരിന്റെ കഥകൾ പീസ് റേഡിയോയിലേക്ക് നിരന്തരം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ പരിധി പോവാതിരിക്കാൻ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക, ഉള്ളത് തൃപ്തിപ്പെട്ട് പരസ്പരം ഇണങ്ങി ജീവിക്കുക. നമ്മുടെ വികാരങ്ങൾ, ഞാൻ പണ്ടേ ദേശീയക്കാരനാണ്, ആകെ പണ്ട് ആണ് മാറ്റിക്കളി, അതൊക്കെ പണ്ട്. ഇപ്പൊ മാറ്റി, അപ്പൊ ചുമതല കൂടി, ഉത്തരവാദിത്വം കൂടി, ബാപ്പയായി, കുറച്ചാൾക്കാരെ അമ്മോശങ്ങാക്കിയായി. അടിഞ്ഞ് പണ്ടത്തെ ചൂടും നടക്കൂല, കുറച്ച് നന്നാവുക, സ്വഭാവത്തെ കൺട്രോൾ ചെയ്യുക, എന്നിട്ട് ഇണങ്ങി ജീവിക്കുക, ഒരുമിച്ച് കഴിയുക. അതാണ് രണ്ടുപേർ, ഭാര്യയും ഭർത്താവും. പടച്ചവനുള്ള കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തമ്മിലുള്ളത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുക. നിങ്ങൾക്കറിയോ, നബിന് നിങ്ങളെ ഭാര്യക്ക് നമ്മളെ കുറിച്ച് ഹാപ്പിയാണോ ദുഃഖമാണോ എന്ന് നമുക്ക് തിരിച്ചറിയോ? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിനോട് പറയാണ്, ആയിഷ, നീ എന്നോട് നിനക്ക് വെറുപ്പുള്ള സമയവും നിനക്ക് എന്നോട് തൃപ്തിയുള്ള സമയവും എനിക്ക് മനസ്സിലാവും. അപ്പൊ ആയിഷ ബി ചോദിച്ചു, അതെങ്ങനെയാണോ ചോദിച്ചു. നീ സത്യം ചെയ്ത് പറയുമ്പോ മുഹമ്മദ് നബിയുടെ റബ്ബ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം എനിക്ക് എന്നോട് നല്ല സ്നേഹമുള്ള സമയമാണ്. ഇനി സത്യം ചെയ്ത് പറയുമ്പോ ഇബ്രാഹിം നബിയുടെ റബ്ബ് എന്നാണ് പറയണമെങ്കിൽ എനിക്ക് എന്നോട് എന്തോ ഒരു നീരസുണ്ട്, അങ്ങനെ തന്നെയല്ലോ ചോദിച്ചു. ആണ്. അപ്പൊ എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വികാരം തൊട്ടറിഞ്ഞു. എന്തേ പനിയാ, എന്നാ ഓട്ടർഷ പൈസ ആശുപത്രി പോയി മരുന്ന് കഴിക്കോ. ഞമ്മക്ക് പനിയാണെങ്കിലോ കഞ്ഞി വെക്കണ്, ചായ വെക്കണ്, ചുക്കാപ്പി ഉണ്ടാക്കണ്, നമ്മളെ പിന്നാലെ തന്നെ കൂടണ്, അല്ലേ? രണ്ട് ചെയ്യല്ലേ. അതുകൊണ്ട് പരസ്പരം അറിയാൻ, പരസ്പരം ഇണങ്ങാൻ, ചേർന്ന് നിൽക്കാൻ, സമാധാനിപ്പിക്കാൻ, എന്തും പറയാനുള്ള ഒരു ഡോറായിട്ട് നമ്മൾ മാറണം. പിന്നെ കേൾക്കുമ്പോഴും ശ്രദ്ധിക്കണം. നിങ്ങളിപ്പോൾ ഊരവേദനയായിട്ടൊരു ഡോക്ടറെ അടുത്ത് ചെന്ന്, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഡോക്ടറെ ഭയങ്കര ഊരവേദനയാണ്, ബസ് കയറാൻ വയ്യ, ക്ലാസ്സിൽ കേൾക്കാൻ വയ്യ, ഓഫീസിൽ ഇരിക്കാൻ വയ്യ, ഭയങ്കര ഊരവേദന. ഇപ്പൊ ഡോക്ടർ പറയാണ്, എനിക്കും ഊരവേദനയാണ്. ആർക്കാ ഇപ്പോൾ ഊരവേദന ഇല്ലാത്ത ആരെങ്കിലും നാട്ടിലുണ്ടോ എന്ന് ചോദിച്ചാൽ, അല്ലേ, ഡോക്ടറെ പോലുള്ള നല്ല നല്ല ഡോക്ടർമാർ ഇനിയും ഉണ്ടാകട്ടെ, ആമീൻ എന്ന് പറഞ്ഞ് പോരല്ലാതെ എന്തേ ചെയ്യാൻ പറ്റും? ഇപ്പൊ നമ്മളോടൊരു പ്രശ്നം പറയുമ്പോൾ പലപ്പോഴും അത് ആണ് പെണ്ണിനോട് പറഞ്ഞാലും പെണ്ണ് ആണിനോട് പറഞ്ഞാലും നമ്മൾ എന്താ ചെയ്യാ, ഇതൊക്കെ എല്ലായിടത്തും ഉണ്ട്, ഇത് അപ്പുറത്തുണ്ട് ഇപ്പുറത്തുണ്ട്, അതിനെത്താ? അതാണോ അതിന്റെ മറുപടി? അതല്ല. അപ്പൊ ആ പ്രശ്നത്തെ നമ്മൾ മനസ്സിലാക്കുകയും നമ്മളോടൊരു സങ്കടം പറയുന്ന ആളുടെ മനസ്സ് വായിക്കാൻ സാധിക്കണം. മനസ്സിലായില്ലേ? മനസ്സ് വായിക്കാൻ സാധിക്കണം. ഉമ്മ ചീത്ത പറഞ്ഞു എന്ന് നമ്മളോട് പറയുമ്പോ എല്ലാ വീട്ടിലും ഉമ്മയും ചീത്ത പറയുന്നു പറഞ്ഞാൽ അത് തെറ്റാണ്, അത് ശരിയല്ല. അപ്പൊ നമ്മൾ ഉമ്മ ചീത്ത പറഞ്ഞപ്പോ എന്താണ് ഫീൽ ചെയ്തത്? അതുകൊണ്ടാണല്ലോ ഈ സങ്കടം പറയണത്. അപ്പൊ സങ്കടം ഉണ്ടായി, അല്ലെങ്കിൽ ദേഷ്യം തോന്നി, അതാണ് അവിടുത്തെ ഫീലിംഗ്. ആ ഫീലിങ്ങിനെയാണ് മാർക്ക് കുറഞ്ഞ് കുട്ടി വരുമ്പോ കുട്ടിയെ ചേർത്ത് പിടിച്ചിട്ട് സംസാരിക്കാൻ നമുക്ക് പറ്റണം. കുട്ടിക്ക് എന്താ ഫീലിംഗ്, ആ ഫീലിംഗ് അടുത്തറിയാൻ നമുക്ക്. റസൂലുള്ള ഫീലിങ്ങിനോടാ കളിച്ചത്, റസൂലുള്ള ഫീലിങ്ങിനോടാ സംസാരിച്ചത്, അല്ല മേലെ വിക്സിയേക്കല്ലേ. ഫീലിങ്ങിനോട് സംസാരിച്ചു. എന്തേ? ഒരു പക്ഷിയുടെ കൂട്ടിൽ നിന്ന് അതിന്റെ കുഞ്ഞിനെ പിടിച്ചു കൊണ്ടുവന്ന സ്വഹാബത്തിനോട് ചോദിച്ചു, ആരാണ് ഈ തള്ളപ്പക്ഷിയെ അതിന്റെ കുഞ്ഞിന്റെ വിഷയത്തിൽ പേടിപ്പിച്ചത്? അതായത് കുഞ്ഞ് മിസ്സായാൽ ഒരു അമ്മക്ക് ബേജാറുണ്ടാവുന്ന നബി ഒരു പക്ഷിയുടെ ഫീലിങ്ങിനെ നബി ടച്ച് ചെയ്തു. ആരാണ് ആ പക്ഷിയെ, തള്ളപ്പക്ഷിയെ പേടിപ്പിച്ചത്? നബി, ഞങ്ങൾ എന്റെ കുട്ടിനെ എടുത്തിട്ട് ആ തള്ളക്കതിനെ തിരിച്ചു കൊടുക്കൂ.
കേട്ടോ, ഫീലിങ്ങിനെ മനസ്സിലാക്കാൻ പറ്റണം. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അങ്ങനെ പരസ്പരം ഇണങ്ങി ജീവിക്കാൻ നമുക്ക് പറ്റും. അതുകൊണ്ട് സംസാരിക്കാം, പരസ്പരം ഓപ്പണായി സംസാരിച്ച് അടുത്തിടപഴകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ പിന്നെ എല്ലാ സ്നേഹപ്രകടനങ്ങളും അവിടെ ഉണ്ടാകണം. അത് ദാമ്പത്യ ജീവിതത്തിലെ ഊഷ്മളതയ്ക്ക് ഏറ്റവും പ്രധാനമാണ്. മൂന്നാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മക്കളാണ്. ജീവിതത്തിന്റെ അലകും പിടിയും നമ്മുടെ മക്കളാണ്. മക്കള് തകർന്നു പോയാൽ കുടുംബം തകരും. കുടുംബം തകരും. 35-40 വയസ്സുള്ള ഉമ്മമാരൊക്കെ പറയണം ഉറക്കം വരുന്നില്ല കിടന്നിട്ട്. എന്തേ? ഒരു മകൻ കാരണം, ഒരു മകൾ കാരണം. എത്രയാണ് ഈ ഉമ്മമാരൊക്കെ കരയുന്നത്? ഈ മക്കള് ഓരോ കാര്യങ്ങൾ അവർ സ്വമേധയാണ് തീരുമാനിക്കും. ഞാൻ എന്നെ തന്നെ കെട്ടു, ചിന്നെ തന്നെ കെട്ടിയാൽ മതി, നമുക്കൊന്നും പ്രശ്നമല്ല, ഉമ്മാനൊക്കെ പറഞ്ഞ് സമ്മതിപ്പിക്കാം. പിന്നെ നമ്മളെ അയലോകത്ത് അങ്ങനെ കെട്ടിയാണ്, അമ്മോന്റെ കുട്ടീന്റെ എളാമാന്റെ അഞ്ചന് അങ്ങനെ കെട്ടിയത്, അവിടെ നമ്മളീ സമ്മതിക്കും. ഒക്കെ ഓരോന്ന് തീരുമാനിച്ച് ഒക്കെ ഫിക്സ് ആക്കിയിട്ട് പിന്നെ ഓരോ ഭാര്യയും ഭർത്താവായിട്ട് ജീവിച്ച് എല്ലാം കഴിഞ്ഞിട്ട് നമ്മളോട് വന്നിട്ട് പറയണം ഒരാളുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കി. ഈ അവസ്ഥ ഇല്ലാതിരിക്കാൻ അപ്പൊ നമ്മൾ പറഞ്ഞത് ഏറ്റവും നല്ല സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിന് ഒന്ന്, നമ്മളൊരു മുസ്ലിമായ മുഅ്മിനായ പടച്ചവന്റെ വിധിവിലക്കുകൾ പാലിച്ച് ഹറാമുകൾ വെടിഞ്ഞ് ജീവിക്കുന്ന നല്ലൊരാളാവാനാണ്. രണ്ടാമത്തത്, ഭാര്യ ഭർത്താക്കന്മാർ അവർ തമ്മിലുള്ള ബാധ്യതകൾ വൃത്തിക്ക് നിർവഹിക്കുക എന്നുള്ളതാണ്. 3, വ്യക്തികൾ തമ്മിലുള്ളത് എന്ന് പറയുമ്പോൾ പാരൻസും മക്കളും തമ്മിലുള്ള ബന്ധമാണ്, അല്ലേ? ആ മക്കള് നമ്മളെ ഏറ്റവും നമ്മൾ ജീവനായി കാണുന്ന നമ്മുടെ മക്കള്, അവരെ നമ്മുടെ കയ്യിൽ നിന്ന് ഒരിക്കലും മിസ്സായി പോയാൽ, ചില ആൾക്കാർ വന്നിട്ട് പറയും ഓനെ എൻ്റെ പുറത്തുനിന്ന് പോയിന്, നിങ്ങൾ നോക്കണം എന്നൊക്കെ. അങ്ങനെ പുടുത്തത്തുനിന്ന് പോകൂല ഒരു കുട്ടിയും. പോകാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് അവർക്ക് കൃത്യമായ ധാർമ്മിക ബോധം കൈമാറുക എന്നുള്ളതാണ്. ഇന്നിവിടെ എല്ലാറ്റിനെയും പിന്നെ ലഘൂകരിച്ച് ജനറലൈസ് ചെയ്ത് ലിബറലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു രൂപമാണുള്ളത്. ആരാപ്പ് വലിക്കാത്തത്, ആരാപ്പ് പ്രേമിക്കാത്തത്, എല്ലാവരും ഇപ്പം ഇങ്ങനത്തെ തട്ടല്ലേ ഇടുന്നത്, എല്ലാവരും പാൻറ് ഇപ്പതല്ലേ, എല്ലാവരും കുപ്പായ ഇങ്ങനെയല്ലേ, എല്ലാവരും ഇങ്ങനെയല്ലേ മുടി വെട്ടണത്, അങ്ങനെ എല്ലാവരും എന്ന് പറയുമ്പോൾ ഞാനൊരു മുസ്ലിമാണ്, എൻ്റെ വേഷം ഇന്നതായിരിക്കണം, എൻ്റെ ബന്ധങ്ങൾ ഇന്നതായിരിക്കണം, എനിക്ക് റിലേഷൻഷിപ്പിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്, അവിടെ ഇസ്ലാമിൻ്റെ നിയമങ്ങളുണ്ട്. ഫ്രണ്ട്സാണ്, നിങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നോളൂ, നിങ്ങൾ ഫ്രണ്ട്സാണ്. അവിടെ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അത് കുടുംബത്തിലടക്കം. കസിൻ ബ്രദേഴ്സ്, കസിൻ സിസ്റ്റേഴ്സ്, ഞങ്ങൾ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഒരുമിച്ച് കിടക്കുക, ഒരുമിച്ച് കളിക്കുക, ഒരുമിച്ച് ബൈക്ക് പോവുക, പ്രായപൂർത്തിയായ കസിൻ ബ്രദേഴ്സും കസിൻ സിസ്റ്റേഴ്സും. അവിടെയൊക്കെ ഇസ്ലാമിൻ്റെ ഗൈഡൻസ് നമ്മൾ കറക്റ്റ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ആരൊക്കെയായിട്ട് നമുക്ക് സംസാരിക്കാം, ആരൊക്കെയായിട്ട് നമുക്ക് ഇടപെടാം, ആരാണ് മഹ്റം, ആരാണ് നോൺ മഹ്റംസ്, ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. എന്താണ് ലഹരിയുടെ ഭവിഷ്യത്ത്, എന്താണ് ഇത്തരം ഈ ഇസ്ലാമിനെതിരെ തിരിയുന്ന ദൈവനിഷേധം പറയുന്ന ആളുകളുടെ തെളിവിന്റെ പൊള്ളത്തരം എന്തൊക്കെയാണ്, അത് കറക്റ്റ് നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാം. ഇപ്പൊ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുമ്പോൾ ചെക്കന്മാരിങ്ങനെ അങ്ങോട്ട് കൂടെ നടക്കും നിസ്കരിക്കാതെ. അപ്പൊ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് ചോദിച്ചു, അല്ല ഇവരൊക്കെ ഇപ്പോ മുസ്ലിങ്ങൾ തന്നെയല്ലേ, അല്ല നിസ്കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെയൊക്കെ ഒരു ചിന്ത വന്നണോ ചോദിച്ചു ഞാൻ. അപ്പോ നാട്ടിലുണ്ടാണ് ഒരു സുഹൃത്ത് പറയാണ്, അങ്ങനെ ചിന്ത ഇല്ലാതില്ല, അങ്ങനൊരു ചിന്ത ഇല്ലാതില്ല. അതായത് മതം വേണ്ട, മതം നമുക്ക് പ്രയാസമാണ്, മതം പാലിക്കൽ നമ്മുടെ ലൈഫിന്റെ എല്ലാ ഹാപ്പിനെസ്സും നഷ്ടപ്പെടും എന്ന് ഇവിടെ ബോധപൂർവം പലരും കുത്തിവെക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ പകർന്നു കൊടുക്കണം. മതമാണ് എല്ലാ ഹൈറും കൊണ്ടുവരുന്നത്, മതമുള്ളത് കൊണ്ടാണ് നമ്മൾ സമാധാനമായിട്ട് ജീവിക്കുന്നത്, മതമുണ്ടാകുമ്പോഴാണ് നമുക്കൊരു സെക്യൂരിറ്റി ഉണ്ടാകുന്നത്. ഇല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് എന്ത് സെക്യൂരിറ്റിയാണുള്ളത്? മതം പറഞ്ഞ വേഷം ധരിക്കുമ്പോ അവളെ ആരും നോക്കാണ്ടിരിക്കുന്നത് സെക്യൂരിറ്റിയാണ്. മറ്റേത് എല്ലാവരും കാമക്കണ്ണോടുകൂടെ നോക്കുകയാണ്. ശരീരം മൊത്തം തുറിപ്പിച്ചുള്ള ഡ്രസ്സ് ധരിച്ച് അങ്ങാടിയിലൂടെ നടക്കുന്ന ഒരു പ്രായപൂർത്തി പോലും ആകാത്ത കുട്ടിയെ എല്ലാവരും വികാരത്തോടെ നോക്കുമ്പോ അവള് സേഫ്, അവള് സെക്യൂർ ആണോ, അവള് സുരക്ഷിതയാണോ? അപ്പൊ ഇസ്ലാം അത് സുരക്ഷിതത്വമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്, ഖുർആനെ കുറിച്ച്, ദീനിനെ കുറിച്ചും പറയുന്നതിന്റെ പൊള്ളത്തരങ്ങൾ പഠിപ്പിച്ച് ബേസിക് ആയിട്ടുള്ള ഇസ്ലാമിന്റെ നോളജ് കുട്ടികൾക്ക് കൈമാറിയേ പറ്റൂ. അള്ളാഹിൽ എങ്ങനെ വിശ്വസിക്കണം, അള്ളാഹു എവിടെയാണ് എന്ന് പോലും അറിയാത്ത അവസ്ഥയാണ് പുതിയ തലമുറയ്ക്കുള്ളത്.
അതുകൊണ്ട് അടിസ്ഥാന തലങ്ങൾ പഠിപ്പിക്കാൻ നമ്മുടെ മദ്രസ കഴിഞ്ഞ കുട്ടികൾക്ക് പ്രത്യേകിച്ചും അഡോളസൻസിലുള്ള കുട്ടികൾക്ക് പ്രത്യേകിച്ചും നമ്മൾ CRE പ്രൊമോട്ട് ചെയ്ത് കുട്ടികളെ അതിലെത്തിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. പിന്നെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ട സ്നേഹം, അവർക്ക് കൊടുക്കേണ്ട അനുവദിച്ച സ്വാതന്ത്ര്യം, അവരോടൊപ്പമുള്ള സന്തോഷ പ്രകടനങ്ങൾ, യാത്രകൾ, കുടുംബത്തിനും നമ്മുടെ മക്കൾക്കും വേണ്ടിയുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന, അവരുടെ മുന്നിൽ നല്ല മാതൃകയായൊരു ഉമ്മ, മാതൃകയായൊരു ഉപ്പ, അവർ ജനിച്ചു വളരുന്ന വീട്ടിൽ നല്ലത് കേൾക്കാനുള്ള ഒരു അന്തരീക്ഷം. ഖുർആൻ വീട്ടിൽ പ്ലേ ചെയ്യുമ്പോൾ, പീസ് റേഡിയോ ഫുൾ ടൈം വർക്ക് ചെയ്യുമ്പോൾ അതിലൂടെ ഇങ്ങനെ ഓടി നടക്കുന്ന കുട്ടികൾ ആ റേഡിയോ ശ്രദ്ധിക്കും, അവർ ഖിറാഅത്ത് ശ്രദ്ധിക്കും, അതിലുള്ള പാട്ട് ശ്രദ്ധിക്കും, അതിലുള്ള ചർച്ചകൾ ശ്രദ്ധിക്കും. അവർ ബോൾഡായി മാറും. ഒരു 2ാം ക്ലാസ് 3ാം ക്ലാസ് ആകുമ്പോൾ തന്നെ ആ കുട്ടികൾ ബോൾഡായി മാറും. ഇത്തിരി പോകുന്ന പ്രായത്തിൽ പീസ് റേഡിയോ കേട്ട് വളരുന്ന കുട്ടികൾ വളരെ LP സ്കൂൾ പ്രായത്തിൽ തന്നെ നല്ല അറിവും നല്ല ധാരണയും ബോധവുമുള്ള കുട്ടികളായി മാറും. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ നല്ല ചുറ്റുപാടുണ്ടാക്കണം, നല്ല ഫ്രണ്ട്സിനെ കുട്ടികൾക്ക് സെറ്റാക്കി കൊടുക്കണം. നമ്മുടെ ക്യാമ്പസിൽ കുട്ടികൾ സുരക്ഷിതമാണ് എന്ന് വിശ്വസിച്ചു പോകലല്ല, സുരക്ഷിതമാണ് എന്ന് ഉറപ്പിക്കണം. കുട്ടി എങ്ങനെയുണ്ട്? ഓ സൂപ്പറാ, മാഷക്ക് മനസ്സിലായിട്ട് കൂടി ഉണ്ടാവില്ല ഏതാ കുട്ടി, മനസ്സിലായേ? അപ്പൊ ശരിക്കും കുട്ടിയുടെ കാര്യം, വിശേഷണങ്ങൾ, സംഗതികളൊക്കെ പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് വിളിച്ചിട്ട് എന്താ മോന്റെ അവസ്ഥ, എന്താണ് അവന്റെ ബിഹേവിയർ, എന്താണ് അവന്റെ റെസ്പോൺസ്, എന്താണ് അവന്റെ ഫ്രണ്ട്സുമായിട്ടുള്ള അവസ്ഥ, എന്താണ് അവന് ഗേൾസുമായി ബോയ്സുമായി, അവന്റെ അക്കാഡമിക്സിനോട്, അവന്റെ മറ്റു കാര്യങ്ങളോട്, ഇതിനോടൊക്കെയുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ച് പഠിച്ചറിഞ്ഞ് കുട്ടികൾക്ക് വേണ്ട ഏറ്റവും നല്ല അന്തരീക്ഷം ഉണ്ടാക്കുമ്പോൾ നല്ല മക്കളായിട്ട് നമ്മുടെ മക്കൾ മാറും. അങ്ങനെ നല്ല മക്കള് നമ്മുടെ വീട്ടിലുണ്ടാകുമ്പോൾ അത് നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. കുട്ടിയുടെ ഓരോ ആക്ടിവിറ്റി നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷമില്ല. ചെറിയൊരു റിസൾട്ട് പോലും നമുക്കില്ലേ, LP സ്കൂളിലെ ടീച്ചർ തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന പോസ്റ്ററിൽ നമ്മളെ കുട്ടീൻ്റെ ഫോട്ടോ കണ്ടാൽ തന്നെ നമ്മൾക്ക് അന്ന് ഭയങ്കര സന്തോഷം. അത്രയും കുട്ടികളിലേക്ക് ഡിപ്പെൻഡഡ് ആണ് നമ്മൾ. അതുകൊണ്ട് ആ കുട്ടികൾ നമുക്ക് മിസ്സാകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മക്കളായ നമുക്ക് ഏറ്റവും വലിയ ഉത്തരവാദിത്വം നമ്മുടെ പാരന്റ്സിനോടാണ്. പാരന്റ്സിനെ ബഹുമാനിക്കാത്ത, ആദരിക്കാത്ത, അവരെ അംഗീകരിക്കാത്ത, അവരെ അനുസരിക്കാത്ത, അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കാത്ത നമുക്ക് എന്തുണ്ടായിട്ടെന്താ? നമ്മൾ 0 ആണ്. അതുകൊണ്ട് മക്കളായ നമ്മളൊക്കെ മക്കളാണല്ലോ. അതുകൊണ്ട് നമ്മുടെ പാരന്റ്സിനെ നമ്മൾ പരിഗണിക്കണം, അവരെ പരിചരിക്കണം, അവരെ നമ്മൾ അനുസരിക്കണം, അവരെ നമ്മൾ സ്നേഹിക്കണം. ഞാനൊരു ക്യാമ്പിൽ കുട്ടികളോട് ചോദിച്ചു, ഉമ്മക്ക് ഉമ്മ കൊടുത്ത് സ്കൂളിൽ പോകുന്ന ആൾക്കാരുണ്ടോ ചോദിച്ചു. കുറച്ച് കുട്ടികൾ കൈവക്കും. അപ്പൊ എന്താ ബാക്കിയുള്ളവരൊന്നും കൈവക്കാത്ത? ടൈം കിട്ടാറില്ല സാറേ. ഉമ്മക്കണെങ്കിൽ അല്ലേ ഒരുപാട് സ്റ്റെപ്പൊക്കെ എടുത്ത് വരുമ്പോൾ 10-15 മിനിറ്റ് ഒക്കെ ആവും. അപ്പൊ ടൈം കിട്ടുന്നില്ല. ടൈം കിട്ടാഞ്ഞിട്ടല്ല, മനസ്സിനകത്ത് ഉമ്മയോടുള്ള സ്നേഹം അത് മങ്ങിപ്പോകുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് അത് മങ്ങിപ്പോകാതെ ഉമ്മക്കുമ്മ കൊടുക്കാൻ, ഉപ്പക്കുമ്മ കൊടുക്കാൻ, അവരെ സ്നേഹിക്കാൻ, അവരുടെ അവസ്ഥയറിഞ്ഞ് അവരോട് പെരുമാറാൻ, എൻ്റെ ഉപ്പയും എൻ്റെ ഉമ്മയും എന്നെക്കുറിച്ച് എന്ത് സ്വപ്നമാണോ കാണുന്നത് അതിനനുസരിച്ച് നമ്മൾ വളരാൻ, അവർക്ക് പരിക്കും ചീത്തപ്പേരും ഉണ്ടാക്കാതെ അഭിമാനമുണ്ടാക്കാൻ, ആ പാരന്റ്സിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ നമ്മുടെ മക്കൾ തയ്യാറാകുമ്പോൾ ഭാര്യയും ഭർത്താവും മക്കളും മാതാപിതാക്കളും ഏറ്റവും സുരക്ഷിതമായിട്ട് മുന്നോട്ട് പോകും. അതുകൊണ്ട് പ്രധാനമായിട്ട് മൊത്തം കൺസോൾഡേറ്റ് ചെയ്ത് പറഞ്ഞാൽ 2 പോയിന്റ് ഉള്ളൂ. 1, അള്ളാഹ്ക്ക് കൊടുക്കേണ്ട കാര്യം നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുക, ഹറാമുകളിൽ നമ്മൾ പൂർണ്ണമായി മാറി നിൽക്കുക. 2, നമ്മൾ കുടുംബത്തിലുള്ള മെമ്പേഴ്സ് അവരുടെ റോള് നിർവഹിക്കുക. അതാണ് ഉമ്മ ഉമ്മയുടെ റോള്, ഉപ്പ ഉപ്പയുടെ റോള്, മക്കൾ മക്കളുടെ റോള് ഭംഗിക്ക് നിർവഹിച്ചു കഴിയുമ്പോൾ ആ വീട് ഒരു ചെറിയ കൂരയാണെങ്കിലും സമാധാനത്തിന്റെ മസ്കൻ. അള്ളാഹ് പറഞ്ഞില്ലേ, നിങ്ങളുടെ വീടിനെ ഞാൻ സെക്കനാക്കിയിരിക്കുന്നു, മസ്കനാക്കിയിരിക്കുന്നു. ആൾക്കാർ പറയും പേര് വെക്കട്ടെ മസ്കന്, അല്ലെ, കുറേ പേര് ദാറുസ്സലാം. അതുകൊണ്ടൊന്നും അവിടെ സമാധാനം ഉണ്ടായിക്കോണമെന്നില്ല. ആ വീട്ടിലെ മെമ്പേഴ്സിന്റെ ക്വാളിറ്റിയാണ് ആ വീടിന്റെ ക്വാളിറ്റി. അതല്ലാതെ ടൈൽസിന്റെ ക്വാളിറ്റി അല്ല, അവിടെ ഉപയോഗിച്ച സിമെന്റിന്റെ ക്വാളിറ്റി അല്ല, അവിടെ ചെയ്ത പോളീഷിന്റെയും പുട്ടിയുടെയും ക്വാളിറ്റി അല്ല. ആ വീട്ടിലുള്ള മെമ്പേഴ്സിന്റെ ക്വാളിറ്റിയാണ് ആ വീടിന്റെ ക്വാളിറ്റി. അതുകൊണ്ട് ദീനിലേക്ക് കുടുംബസമേതം നമ്മൾ മടങ്ങി ഇസ്ലാം പഠിപ്പിക്കുന്ന എല്ലാ വിശ്വാസവും, ഇസ്ലാം പഠിപ്പിക്കുന്ന എല്ലാ സൽഗുണങ്ങളും ഒത്തിണങ്ങിയ ഭാര്യയും ഭർത്താവും മക്കളും കുടുംബാംഗങ്ങളുമായി സമാധാനത്തോടെ ജീവിക്കുക. ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഇവിടെ പൂർണ്ണമായൊരു ദാമ്പത്യം പ്രതീക്ഷിക്കരുത്.
ഇവിടെ ഒരിക്കലും മുറിയാത്തൊരു ഫ്രണ്ട്ഷിപ്പ് വിചാരിക്കരുത്. ഇവിടെ ഒരിക്കലും തകരാത്തൊരു കച്ചവടം നിങ്ങൾ സങ്കല്പിക്കരുത്. ഇത് ദുനിയാവാണ്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് ഫബശ്ശിരിസ് സാബിരീൻ. നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഭയം കൊണ്ട്, നഷ്ടം കൊണ്ട്, വിഷമം കൊണ്ട്, രോഗം കൊണ്ട്, ബുദ്ധിമുട്ടുകൾ കൊണ്ട്, ടെൻഷനുകൾ കൊണ്ട്, പലതുകൊണ്ടും നിങ്ങളെ ഞാൻ പരീക്ഷിക്കും. കാരണം ഇത് സ്വർഗമല്ല, ഇത് ദുനിയാവാണ്. ദുനിയാവ് പരീക്ഷണത്തിന്റെ കേന്ദ്രമാണ്. അതുകൊണ്ട് എന്തുണ്ടാകുമ്പോഴും സ്വർഗമുണ്ടല്ലോ എന്ന് പ്രതീക്ഷിക്കാനും പ്രാർത്ഥിക്കാനും ആ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കാനും ദുനിയാവിലെ ക്ലേശങ്ങൾക്കും ദുനിയാവിലെ സങ്കടങ്ങൾക്കും പകരം എനിക്ക് പരലോകത്ത് സ്വർഗം ഉണ്ടല്ലോ എന്ന് ആഗ്രഹിച്ച് ആ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കാം. അപസ്മാര രോഗിയായ പെണ്ണ് നബിയുടെ അടുത്ത് വന്ന് പറഞ്ഞു, നബിയെ, എന്റെ അപസ്മാരം മാറാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. റസൂൽ പറഞ്ഞു, പെണ്ണെ നീ ക്ഷമിച്ചോ, നിനക്ക് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞപ്പോ ആ പെണ്ണ് പറയാ, നബിയെ, എന്നാൽ ഞാൻ ക്ഷമിച്ചോളാം. ദുനിയാവിലെ നഷ്ടങ്ങൾക്ക് പകരമാണ് സഹോദരന്മാരെ സ്വർഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്തെല്ലാം നമ്മൾ ശ്രദ്ധിച്ചാലും ഇത് ദുനിയാവാണ്, ഇത് പരീക്ഷണത്തിന്റെ കേന്ദ്രമാണ്. പരലോകത്ത് സ്വർഗം നമുക്ക് നഷ്ടപ്പെടരുത്, നമ്മുടെ മക്കൾക്ക് നഷ്ടപ്പെടരുത്, നമ്മുടെ ഭർത്താവിന് നഷ്ടപ്പെടരുത്. അതുകൊണ്ട് നമ്മുടെ മക്കളോട് നന്മ പറയാൻ, നമ്മുടെ ഇണകളോട് നന്മ പറയാൻ, നമ്മുടെ അയൽവാസികളോട് നന്മ പറയാൻ, നമ്മുടെ നാട്ടുകാരെ വിളിച്ചു ചേർത്ത് നന്മ ഉപദേശിക്കാൻ, നമ്മുടെ നാട്ടിലൊക്കെയുള്ള QHLS ക്ലാസുകൾ സജീവമാക്കി നടത്താൻ, നമ്മുടെ നാടുകളിലുള്ള എല്ലാ വീടുകളിലും പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്തു കൊടുക്കാൻ ഒരു ക്യാമ്പയിൻ തന്നെ പ്രഖ്യാപിച്ച് ഈ പ്രദേശത്തിന്റെ മുഖച്ഛായ ഒരു ഇസ്ലാമികമായ മുഖച്ഛായയായി മാറ്റി എല്ലാവരെയും ആസ്വാദനത്തിന്റെ, സമാധാനത്തിന്റെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കാൻ നമ്മളെല്ലാവരും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. അല്ലാഹ് നിങ്ങളെ സമാധാനത്തിന്റെ ഗേഹത്തിലേക്ക് ക്ഷണിക്കുകയാണ്. സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ, ദുഃഖം ലവലേശമില്ലാത്ത അടിപൊളിയുടെ ആനന്ദത്തിന്റെ പറുദീസയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച സ്വർഗ്ഗലോകം. അതുകൊണ്ട് അടിപൊളി ആഗ്രഹിക്കുന്നവർ, എന്റർടൈൻമെന്റ് ആഗ്രഹിക്കുന്നവർ, എൻജോയ്മെന്റ് ആഗ്രഹിക്കുന്നവർ, വൈബ് ആഗ്രഹിക്കുന്നവർ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുക, അതിനുവേണ്ടി അധ്വാനിക്കുക. സർവശക്തനായ റബ്ബ് നമുക്ക് എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഏറ്റവും കൺകുളിർമയുള്ള മക്കളെയും കുടുംബത്തെയും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്ത് സദാസമയം തന്റെ ആവരാദികളും ആദികളും ആഗ്രഹങ്ങളും റബ്ബിനോട് സമർപ്പിച്ച് അല്ലാഹുമായി നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്നവർ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമ്മുടെ സമയത്തിൽ, നമ്മുടെ ആരോഗ്യത്തിൽ, നമ്മുടെ ഇൽമിൽ, നമ്മുടെ ദീനിൽ, നമ്മുടെ ദുനിയാവിൽ അല്ലാഹു ബറക്കത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു നമ്മുടെ രോഗികൾക്ക് ശിഫാഉൻ ആജിൽ സമ്മാനിക്കട്ടെ. നമ്മെ മരിച്ചു പിരിഞ്ഞവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട പ്രവർത്തനത്തിൽ മുഴുകാൻ അല്ലാഹു അനുഗ്രഹം ചൊരിയുമാറാവട്ടെ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയത്ത് റബ്ബിലേക്ക് സന്തോഷത്തോടെ മടങ്ങാൻ അല്ലാഹു നമ്മുടെ അവസാന സമയത്ത് തിരഞ്ഞെടുക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ രാജ്യത്ത് ഈ സമാധാനവും ഈ സ്വാതന്ത്ര്യവും ഇതിനേക്കാൾ ഊഷ്മളമായ രീതിയിൽ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ അനൈക്യവും ചിത്രതയും കലാപവും വിതക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സൽബുദ്ധി തോന്നിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറിന്റെ വഴിയിൽ മുന്നോട്ട് കുതിക്കാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ عذاب النار آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.